Hi, hello, all my beautiful souls. Welcome back to my channel. I am so happy and excited to be here with another tarot reading, and I hope all my friends are safe and doing awesome today. So, കുറച്ച് ദിവസത്തിന് ശേഷം നമ്മൾ വീണ്ടും ടാരോട്ട് ആയിട്ട് വന്നിരിക്കുകയാണ്. സോ നിങ്ങൾ ഏറ്റവും കൂടുതൽ വോട്ട് ചെയ്തിട്ടുള്ള ടോപ്പിക് ആണ് വാട്ട് ഈസ് നെക്സ്റ്റ് ഇൻ യുവർ ലൈഫ്. എന്താണ് നിങ്ങളുടെ ലൈഫിൽ ഇനി സംഭവിക്കാൻ പോകുന്നത്? എന്താണ് നിങ്ങളുടെ ലൈഫിൽ നെക്സ്റ്റ്? ഓക്കെ, സോ ആസ് യൂഷ്വൽ ഞാൻ ഇവിടെ 3 കാർഡ്സ് ആണ് എടുത്തു വെച്ചുള്ളത്. കാർഡ് നമ്പർ 1, കാർഡ് നമ്പർ 2 ആൻഡ് കാർഡ് നമ്പർ 3. ഓക്കെ, സോ കുറച്ചു നേരം ഒന്ന് റിലാക്സ്ഡ് ആയി നിങ്ങളുടെ സിറ്റുവേഷൻ ഒക്കെ നിങ്ങൾ ഓർക്കുക. എന്താണ് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് നെക്സ്റ്റ് വേണ്ടത് അതൊക്കെ ഒന്ന് ആലോചിച്ചിട്ട് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ അട്രാക്ഷൻ തോന്നുന്ന ഒരു കാർഡ് സെലക്ട് ചെയ്യാം. ഓക്കെ, കളർ ആയിരിക്കാം, കാൻഡിൽ ആയിരിക്കാം, അല്ലെങ്കിൽ യു ക്യാൻ ഓൾസോ കൗണ്ട് ലൈക്ക് 1, 2, 3. ഓൾറൈറ്റ്, സോ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ അട്രാക്ഷൻ തോന്നുന്ന ഒരു കാർഡ് സെലക്ട് ചെയ്യുക ആൻഡ് ദെൻ വി വിൽ സ്റ്റാർട്ട്. പിന്നെ എപ്പോഴും പറയുന്നത് പോലെ ഇത് ജനറിക് ആയിട്ടുള്ള റീഡിംഗ് ആണ്, നിങ്ങളുടെ പേഴ്സണൽ റീഡിംഗ് അല്ല. നിങ്ങളുടെ സിറ്റുവേഷൻ ആയിട്ട് റെസനേറ്റ് ആവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്ത കാര്യങ്ങൾ ഫോഴ്സ്ഫുള്ളി ലൈഫിലേക്ക് അട്രാക്ട് ചെയ്യാതിരിക്കുക. ഓൾറൈറ്റ്, സോ സെലക്ട് യുവർ കാർഡ് ആൻഡ് ദെൻ വി വിൽ സ്റ്റാർട്ട്. Alright, let's start with card number 1. Hello, group number 1. എന്ത് മെസ്സേജ് ആണ് നിങ്ങൾക്കുള്ളത് നോക്കാം. വാട്ട് ഈസ് നെക്സ്റ്റ് ഇൻ യുവർ ലൈഫ്? യു ആർ ബിക്കമിങ് മോർ ഹെൽതി, ന്യൂ ഓപ്പർച്യൂണിറ്റീസ്, ട്രാവലിംഗ്, ന്യൂ പാഷൻ, ഫ്രീ യുവർ സോൾ. ഓക്കെ, കാർഡ് നമ്പർ 1, നിങ്ങൾ കുറച്ചുകൂടെ ഹെൽത്തി ആവും, അല്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നിങ്ങൾ കുറച്ചുകൂടെ ബെറ്റർ ആവും, അല്ലെങ്കിൽ നിങ്ങൾ കുറച്ചുകൂടെ ഹെൽത്ത് കോൺഷ്യസ് ആവുന്ന സമയമാണ്. കുറച്ചുകൂടി നിങ്ങളുടെ ബോഡി അല്ലെങ്കിൽ ഫിറ്റ്നസ് അങ്ങനത്തെ കാര്യത്തിലൊക്കെ നിങ്ങൾ കുറച്ചുകൂടെ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന സമയമാണ്. കുറച്ചുകൂടി നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നിങ്ങൾ യു ഫീൽ റിയലി ബെറ്റർ. ഓക്കെ, ആരോഗ്യമായിട്ടിരിക്കുന്ന ഒരു സമയമാണ്. ഓക്കെ, പുതിയ ഓപ്പർച്യൂണിറ്റീസ് ലൈഫിൽ വരുന്ന സമയമാണ്. ട്രാവലിംഗ് ചെയ്യാനുള്ള സാധ്യത കാണുന്നുണ്ട്. അത് ജോലി സംബന്ധമായിട്ടായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് ട്രാവൽ ചെയ്യാൻ ഇഷ്ടമുണ്ടായിരിക്കാം. അൺഎക്സ്പെക്ടഡ് ആയിട്ടുള്ള ട്രാവലിംഗ് നിങ്ങൾക്ക് വരും. ന്യൂ പാഷൻ, നിങ്ങൾക്ക് ഒരുപാട് പാഷൻ തോന്നുന്ന എന്തെങ്കിലും കാര്യം, അല്ലെങ്കിൽ നിങ്ങൾ വ്യക്തിയായിരിക്കാം, ജോലിയായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് പാഷൻ തോന്നുന്ന ഒരു കാര്യം നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്ന സമയമാണ്. അത് നിങ്ങൾ കണ്ടുപിടിക്കേണ്ട സമയമാണ്. അതുപോലെ നിങ്ങളുടെ സോളിനെ നിങ്ങൾ കുറച്ചുകൂടെ ഫ്രീ ആക്കി വെക്കേണ്ട സമയമാണ്. ഒന്നിലും നിങ്ങൾ നിങ്ങളെ തന്നെ കൺട്രോൾ ചെയ്യാതിരിക്കാം. കാരണം നിങ്ങൾ ഈ ഒരു സമയം, അല്ലെങ്കിൽ ഇനി വരാൻ പോകുന്ന സമയം എന്ന് പറയുന്നത് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ കുറെ കൂടെ എക്സ്പ്ലോർ ചെയ്യേണ്ട സമയമാണ്. ഓക്കെ, ട്രാവൽ ചെയ്യാനുണ്ട് നിങ്ങൾക്ക് ഒരുപാട്. അതുപോലെ തന്നെ നിങ്ങളുടെ പാഷൻ എന്താന്നൊക്കെ ചെയ്യേണ്ട ഒരു സമയമാണ്. എന്താണ് കണ്ടുപിടിക്കേണ്ട, അല്ലെങ്കിൽ അത് കണ്ടുപിടിക്കാൻ പറ്റുന്ന എന്തെങ്കിലും കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ലൈഫിലേക്ക് വരും. ഇതുവരെ നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ ലൈഫിൽ എന്താണ് ചെയ്യേണ്ടത്, അങ്ങനെ സ്റ്റക്കായിട്ട് നിൽക്കുന്ന സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താണ് നിങ്ങൾ കൂടുതൽ തിരിച്ചറിയുന്ന സമയമാണ്. ഒരുപാട് അവസരങ്ങൾ നിങ്ങൾക്ക് വരുന്ന സമയമാണ്. സോ നിങ്ങളായിട്ട് നിങ്ങളെ കൺട്രോൾ ചെയ്യരുത്. ഓക്കെ, നിങ്ങളുടെ സോൾ നിങ്ങൾ കുറച്ചുകൂടെ ഫ്രീ ആക്കി വെക്കേണ്ട സമയമാണ്, അല്ലെങ്കിൽ ഫ്രീ ആയിട്ട് വിടേണ്ട. നിങ്ങളെ തന്നെ നിങ്ങളൊന്നിലും കൺട്രോൾ ചെയ്യരുത്. ഓൾറൈറ്റ്, സോ കാർഡ് നമ്പർ 1, യെല്ലോ കളർ സെലക്ട് ചെയ്ത ആൾക്കാർ, യെല്ലോ കാൻഡിൽ. വാട്ട് ഈസ് നെക്സ്റ്റ് ഇൻ യുവർ ലൈഫ്? കാർഡ് നമ്പർ 1, വാട്ട് ഈസ് നെക്സ്റ്റ് ഇൻ യുവർ ലൈഫ്? കാർഡ് നമ്പർ 1, വാട്ട് ഈസ് നെക്സ്റ്റ് ഇൻ യുവർ ലൈഫ്? എന്താണ് നിങ്ങളുടെ ലൈഫിൽ ഇനി അടുത്തതായിട്ട് വരാൻ പോകുന്നത്? എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുക? വാട്ട് ഈസ് നെക്സ്റ്റ് ഇൻ യുവർ ലൈഫ്? കാർഡ് നമ്പർ 1. സോ കാർഡ് നമ്പർ 1, നിങ്ങൾ കുറച്ചുകൂടി നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ട സമയമാണ്, എസ്പെഷ്യലി നിങ്ങളുടെ സോൾ. ഓക്കെ, സോ നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലുമൊക്കെ സംഭവിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് എഗെയിൻസ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കുക, നിങ്ങൾ കുറച്ചുകൂടെ ഫോക്കസ് ചെയ്യേണ്ട സമയമാണ്. ഓക്കെ, സോ ഒന്നിലും നിങ്ങൾ നിങ്ങളെ തന്നെ കൺട്രോൾ ചെയ്യാതിരിക്കുക. നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ്, എസ്പെഷ്യലി ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾക്ക് തന്നെ ഹീൽ ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്, എന്ത് സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിലും. ഓക്കെ, സോ ഹീൽ യുവർ സെൽഫ്, ഹീൽ യുവർ ഇമോഷൻ, യുവർ ഫീലിങ്സ്, യുവർ ഹെൽത്ത്. ഓൾറൈറ്റ്, കാർഡ് നമ്പർ 1, what is next in your life? സോ നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലും ഒരു കാര്യം എൻഡ് ആയിട്ടുണ്ടാവാം, അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യം നിങ്ങളുടെ ലൈഫിൽ നിന്ന് എൻഡ് ആവാൻ പോവാണ്, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും വിചാരിച്ചിട്ടുള്ള എന്തെങ്കിലും കാര്യം, ആ ഒരു കാര്യത്തിൽ അൺഎക്സ്പെക്ടഡ് ആയിട്ടുള്ള എന്തെങ്കിലും ചേഞ്ച്, മാറ്റം, കോൺവെർസേഷൻ, ഓഫർ, ജോലിയിൽ എന്തെങ്കിലുമൊക്കെ മാറിയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഫാമിലിയിൽ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, ആർക്കെങ്കിലും എസ്പെഷ്യലി എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് അങ്ങനെ എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ ആ ഒരു സിറ്റുവേഷൻ എൻഡ് ആവാണ്.
ആ ഒരു സിറ്റുവേഷൻ എന്തായിട്ട് നിങ്ങൾക്ക് അൺഎക്സ്പെക്ടഡ് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യം, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലും ഒരു മാറ്റത്തിന് വേണ്ടിയിട്ടായിരിക്കാം ഇങ്ങനത്തെ ഒരു കാര്യം ലൈഫിൽ ഉണ്ടായിട്ടുള്ളത്. എന്തെങ്കിലും നിങ്ങളുടെ ലൈഫിൽ അങ്ങനെ റീസെന്റ് ആയിട്ട് അങ്ങനെ എന്തെങ്കിലും ഫാമിലിയിലായിരിക്കാം, ജോലിയിലായിരിക്കാം, എന്തെങ്കിലും ഒരു കാര്യം എൻഡ് ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ സ്റ്റക്ക് ആവാതിരിക്കാം. ഓക്കെ, ചില കാര്യങ്ങൾ നമ്മളുടെ കൺട്രോളിലല്ല. സോ യു ഹാവ് ടു ആക്സെപ്റ്റ് ദാറ്റ്. പക്ഷെ നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലും അൺഎക്സ്പെക്ടഡ് ആയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ന്യൂ ഓപ്പർച്യൂണിറ്റീസ്, എസ്പെഷ്യലി ജോലിയിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അൺഎക്സ്പെക്ടഡ് ആയിട്ടുള്ള അത് ബെറ്റർ ആയിട്ടുള്ള എന്തെങ്കിലും ഓപ്പർച്യൂണിറ്റീസിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, കാർഡ് നമ്പർ 1, വാട്ട് ഈസ് നെക്സ്റ്റ് ഇൻ യുവർ ലൈഫ്? സോ എസ്പെഷ്യലി കാർഡ് നമ്പർ 1, നിങ്ങൾക്ക് എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ്, മേ ബി ഫാമിലിയിൽ ആർക്കെങ്കിലും ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്കായിരിക്കാം. ഓക്കെ, സോ ആ ഒരു കാര്യം, അങ്ങനെ എന്തെങ്കിലും സിറ്റുവേഷൻ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടെങ്കിൽ അതിനൊക്കെ ഒരു മാറ്റം വരുന്ന ഒരു സമയമാണ്. ഓക്കെ, അൺഎക്സ്പെക്ടഡ് ആയിട്ടുള്ള ചേഞ്ച്, അല്ലെങ്കിൽ നിങ്ങൾ അത്രയും കാലം പ്രാർത്ഥിച്ചതിനുള്ള ഒരു റിസൾട്ട് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്ന ഒരു സമയമാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യം നിങ്ങളുടെ ലൈഫിൽ എൻഡ് ആയിട്ടുണ്ടാവണം. ഓക്കെ, കാർഡ് നമ്പർ 1, വാട്ട് ഈസ് നെക്സ്റ്റ് ഇൻ യുവർ ലൈഫ്? സോ നിങ്ങൾ എന്തെങ്കിലും കാര്യത്തിനൊക്കെ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ആർക്കെങ്കിലും ഒക്കെ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ടായിരിക്കാം. ഓക്കെ, സോ അത് നിങ്ങൾക്ക് ഒരുപാട്, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഒരുപാട് ഹേർട്ട് ചെയ്തിട്ടുള്ള എന്തെങ്കിലും സിറ്റുവേഷൻ ഉണ്ടായിരിക്കാം, എസ്പെഷ്യലി അബൌട്ട് റിലേഷൻഷിപ്പ്, അല്ലെങ്കിൽ ഫാമിലിയിൽ നിന്ന് എന്തെങ്കിലും ഉണ്ടായിട്ടുള്ള കാര്യം നിങ്ങൾ ഒരുപാട് ഹേർട്ട് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങളെ ഫിസിക്കലി നിങ്ങളെ ഹെൽത്തും കൂടെ അത് ബാധിച്ചിട്ടുണ്ടായിരിക്കാം. ഓക്കെ, സോ നിങ്ങൾ കുറച്ചുകൂടി നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട സമയമാണ്. അല്ലെങ്കിൽ കാരണം നിങ്ങൾക്ക് ഈ ഒരു സിറ്റുവേഷൻ, അല്ലെങ്കിൽ ഇതുപോലെ നിങ്ങൾക്ക് പെയിൻഫുൾ ആയിട്ടുള്ള സിറ്റുവേഷൻ നിങ്ങളുടെ ലൈഫിൽ നിന്ന് ഓൾറെഡി എൻഡ് ആയിട്ടുണ്ടായിരിക്കാം. അങ്ങനെ എന്തെങ്കിലും റിലേഷൻഷിപ്പ് ആയിരിക്കാം, ജോലി ആയിരിക്കാം. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അത് നിങ്ങൾക്ക് അത്ര ഹെൽത്തി ആയിട്ടുണ്ടായിരുന്നില്ല. നിങ്ങൾ എന്താണ് നിങ്ങളുടെ ലൈഫിൽ ചെയ്യുന്നത്, നിങ്ങൾക്കറിയാം എന്താണ് നിങ്ങളുടെ ലൈഫിലെ സിറ്റുവേഷൻ എന്ന് പറയുന്നത്. നിങ്ങൾ ഒരുപാട് വെയിറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും കാര്യം ഉണ്ടായിരിക്കാം, ബെഗ് ചെയ്തിട്ടുള്ള കാര്യം ഉണ്ടായിരിക്കാം, റിലേഷൻഷിപ്പിലായിരിക്കാം, ജോലിയിലായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ മറ്റുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യേണ്ടി വരുന്നൊരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. റൈറ്റ്, അതിപ്പം ആരോഗ്യത്തിന്റെ കാര്യത്തിലായാലും, ഫിനാൻഷ്യൽ ആയിട്ടുള്ള കാര്യത്തിലായാലും, ജോലിയുടെ മറ്റെന്ത് കാര്യത്തിലായാൽ പോലും നിങ്ങൾ മറ്റുള്ള ആൾക്കാരിൽ ഒരുപാട് ഡിപ്പെൻഡഡ് ആയിരുന്നു. നിങ്ങളുടെ സിറ്റുവേഷൻ അതായിരുന്നു. അത് നിങ്ങളെ ഇമോഷണലി പോയിട്ടുള്ള നിങ്ങളുടെ കാര്യം, നിങ്ങൾ ഒരുപാട് ഹേർട്ട് ചെയ്തിട്ടുള്ള കാര്യം നിങ്ങളുടെ ആരോഗ്യത്തെ കൂടി അത് ബാധിച്ചിട്ടുണ്ട്. സോ ആ ഒരു കാര്യം നിങ്ങളുടെ ലൈഫിൽ നിന്ന് എൻഡ് ആയിട്ട് ഒരു അൺഎക്സ്പെക്ടഡ് ആയിട്ടുള്ള മാറ്റം, അല്ലെങ്കിൽ അൺഎക്സ്പെക്ടഡ് ആയിട്ട് നിങ്ങളുടെ ലൈഫിൽ നിന്ന് ആ ഒരു കാര്യം മാറിയിട്ടുണ്ടാവാം. അത് നിങ്ങളുടെ ഹെൽത്തിനെ കൂടെ ബാധിക്കുന്നുണ്ട്. സോ അതുകൊണ്ട് ആ ഒരു സിറ്റുവേഷന് നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങളുടെ ലൈഫിൽ അങ്ങനെ എന്തെങ്കിലും കാര്യം അൺഎക്സ്പെക്ടഡ് ആയിട്ടുള്ള ചേഞ്ച് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളെ തന്നെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ ആ ഒരു മാറ്റത്തിന് വേണ്ടിയിട്ടാണ്, ന്യൂ ഓപ്പർച്യൂണിറ്റിക്ക് വേണ്ടിയിട്ടാണ്. ഓൾറൈറ്റ്, റിലേഷൻഷിപ്പ് കൊണ്ട് നിങ്ങൾ ഒരുപാട് ഹേർട്ട് ആയിട്ടുണ്ട്, അത് നിങ്ങൾക്ക് ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടായിട്ടുണ്ട്. സോ ആ ഒരു കാര്യമൊക്കെ നിങ്ങളുടെ ലൈഫിൽ നിന്ന് നിങ്ങളായിട്ട് എൻഡ് ചെയ്യുക. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളെ പോലും പ്രതീക്ഷിക്കാതെ ആ ഒരു കാര്യം നിങ്ങളുടെ ലൈഫിൽ നിന്ന് മാറുന്ന ഒരു സിറ്റുവേഷൻ ആണ്. സോ നിങ്ങൾക്ക് അൺകംഫർട്ടബിൾ ആയിട്ടുള്ള എന്തെങ്കിലും കാര്യം നിങ്ങളുടെ ലൈഫിൽ അൺഎക്സ്പെക്ടഡ് ആയിട്ട് സംഭവിച്ചിട്ടുണ്ടായിരിക്കണം. ഓക്കെ, അങ്ങനെ എന്തെങ്കിലും മാറ്റം വരുന്ന സമയത്ത് മനസ്സിലാക്കുക അത് നിങ്ങൾക്ക് ആ ഒരു ന്യൂ ഓപ്പർച്യൂണിറ്റി നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നതുകൊണ്ടാണ്. നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലും സഡൻ ആയിട്ട് എൻഡ് ആയിട്ടുണ്ടെങ്കിൽ, സോ നിങ്ങൾ ആർക്കെങ്കിലും ഒക്കെ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ, എന്തെങ്കിലും എസ്പെഷ്യലി ഫിനാൻഷ്യൽ ആയിട്ടുള്ള കാര്യം, ആ ഒരു കാര്യങ്ങളൊക്കെ ബാലൻസിംഗിലേക്ക് വരുന്ന ഒരു സമയമാണ്. ഓക്കെ, സോ നിങ്ങളിപ്പോ എന്ത് സിറ്റുവേഷനിൽ കൂടിയാണ് പോകുന്നത്, അവിടെ നിന്ന് നിങ്ങളൊന്ന് മാറി ചിന്തിക്കേണ്ട ഒരു സമയമാണ്. അനാവശ്യമായിട്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു സെൽഫ് റെസ്പെക്ട് കൂടെ കളഞ്ഞിട്ട് നിങ്ങൾ മേ ബി നിങ്ങളുടെ സിറ്റുവേഷൻ അങ്ങനെയാണ്. ഓക്കെ, ഈ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ ആർക്കെങ്കിലും വേണ്ടി ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരും. സോ ആ ഒരു സിറ്റുവേഷനൊക്കെ നിങ്ങളുടെ ലൈഫിൽ നിന്ന് മാറുന്നതാണ്. നിങ്ങളുടെ ഹെൽത്ത് ഇഷ്യൂസ് കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ആ ഒരു സിറ്റുവേഷൻ കൊണ്ടായിരിക്കും നിങ്ങൾക്ക് വേറെ ആരെങ്കിലും ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരുന്നത്. അത് റിലേഷൻഷിപ്പിലായാലും, ഇപ്പൊ നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടെങ്കിലും. ഓക്കെ, സോ ആ ഒരു സിറ്റുവേഷനിൽ അൺഎക്സ്പെക്ടഡ് ആയിട്ടുള്ള ഒരു മാറ്റം, അല്ലെങ്കിൽ നിങ്ങൾ എന്താണോ ഡിസേർവ് ചെയ്യുന്ന ആ കാര്യം നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്ന ഒരു സമയമാണ്. അൺഎക്സ്പെക്ടഡ് ആയിട്ടുള്ള ട്രാവലിംഗ്, ഓക്കെ, ജോബ് ഓഫർ, ജോലിയിലൊക്കെ പുതിയ അവസരങ്ങൾ വരുന്ന സമയമാണ്. സോ നിങ്ങൾ ഈ ഒരു ലൈഫ് സിറ്റുവേഷനിൽ നിങ്ങളുടെ ആ ഒരു പാഷൻ കണ്ടുപിടിക്കേണ്ട സമയമാണ്. സോ എന്ത് സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾ തന്നെ ഒരുപാട് കൺട്രോൾ ചെയ്യാതിരിക്കുക ഈ ഒരു സിറ്റുവേഷനിൽ. ഫ്രീ യുവർ സോൾ. Card number 1, what is next in your life? Card number 1.
കാരണം നമ്പർ 1, ട്രാവലിങ്ങിനൊക്കെ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ടാവും. മേ ബി നിങ്ങൾക്ക് വേറെ സ്ഥലത്തേക്ക് പോകാനായിരിക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആൾക്കാരുടെ അടുത്ത് ട്രാവൽ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരിക്കാം. ആരെങ്കിലുമൊക്കെ മിസ് ചെയ്യുന്നുണ്ടായിരിക്കാം. ഓക്കെ, ആർക്കെങ്കിലൊക്കെ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ട്. എസ്പെഷ്യലി ട്രാവലിംഗ് ആരെങ്കിലൊക്കെ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്ന ഒരു സമയമാണ്. ഓക്കെ, നിങ്ങൾക്ക് ഒരുപാട് ഹേർട്ട് ആയിട്ടുള്ള സിറ്റുവേഷൻ ഉണ്ട്, എസ്പെഷ്യലി നിങ്ങളുടെ ഹെൽത്ത്. സോ അതിൽ നിങ്ങൾക്ക് മേ ബി നിങ്ങൾക്ക് അറിയാം നിങ്ങളുടെ സിറ്റുവേഷൻ എന്താണെന്ന് അറിയാം. സോ ആ ഒരു സിറ്റുവേഷനിൽ അല്ലെങ്കിൽ എന്തായി തോന്നിയിട്ടുള്ള ഒരു കാര്യം വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യാണ് നിങ്ങളുടെ ലൈഫിൽ. അത് ഹെൽത്തിലായാലും നിങ്ങളുടെ റിലേഷൻഷിപ്പിലായാലും ഫിനാൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളായാലും ഇനി മുന്നോട്ടില്ല എന്ന് തോന്നിയിട്ടുള്ള എന്തെങ്കിലും കാര്യത്തിൽ മിറാക്കിൾ പോലത്തെ എന്തെങ്കിലും കാര്യം സംഭവിക്കുകയാണ്. ഓക്കെ, സോ നിങ്ങൾക്ക് ആ ഒരു ന്യൂ ബേഴ്സ്, നിങ്ങളുടെ ലൈഫിന്റെ ന്യൂ ചാപ്റ്ററിലേക്ക് നിങ്ങൾ വരികയാണ്. നിങ്ങളുടെ ലൈഫിൽ എന്ത് സിറ്റുവേഷനിലാണ് പോകുന്നതെങ്കിലും സോ ട്രസ്റ്റ് ദ പ്രോസസ്. ഓക്കെ, കാര്യങ്ങൾ ബാലൻസിംഗിലേക്ക് വരുന്ന ഒരു സമയമാണ്. എന്തൊക്കെ നിങ്ങളുടെ ലൈഫിൽ നടന്നാലും അതൊരു ബ്ലെസ്സിങ് പോലെയാണ്. നിങ്ങൾ ആക്ച്വലി ഈ ഒരു സിറ്റുവേഷനിൽ പ്രൊട്ടക്റ്റഡ് ആണ്. എസ്പെഷ്യലി എടുത്ത് പറയാതിരിക്കാൻ വയ്യ ആ ഒരു ഹെൽത്ത്. മേ ബി എന്താണ്, അല്ലെങ്കിൽ ഇനി മുന്നോട്ട് പോകാൻ പറ്റില്ല, അല്ലെങ്കിൽ അങ്ങനെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞിട്ടുള്ള സിറ്റുവേഷൻ ആയിരിക്കാം. പക്ഷെ ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് നിങ്ങൾ മിറാക്കുലസ്ലി നിങ്ങൾ ആ ഒരു സിറ്റുവേഷൻ നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾ തിരിച്ചു വരികയാണ്. ഓക്കെ, ഒരുപാട് ഹേർട്ട് ആയിട്ടുള്ള സിറ്റുവേഷൻ ഉണ്ടായിരിക്കാം. മേ ബി നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ സർജറി ഉണ്ടായിട്ടുണ്ടായിരിക്കാം. എന്തെങ്കിലും സർജറി നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ടായിരിക്കാം. അല്ലെങ്കിൽ ആർക്കെങ്കിലും ഫാമിലിയിൽ ആർക്കെങ്കിലും വേണ്ടിയിട്ട് എന്തെങ്കിലും സർജറി, ഫാമിലിയിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടായിരിക്കണം. അതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഫിനാൻഷ്യലി ആരെങ്കിലും ഡിപ്പെൻഡ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടായിരിക്കണം. പക്ഷെ ആ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ബാലൻസിംഗിലേക്ക് വരുന്ന ഒരു സമയമാണ്. ഒരു കാര്യം എൻഡായിട്ട് നിങ്ങളുടെ ലൈഫിൽ ന്യൂ സ്റ്റാർട്ട് ചെയ്യാണ്. ഇനി നിങ്ങളുടെ ലൈഫിൽ അങ്ങനെ ഹെൽത്ത് ഇഷ്യൂസ് ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളെ ആലോചിച്ചിട്ട് നിങ്ങൾ ഒരുപാട് ഹേർട്ട് ചെയ്യുന്നുണ്ട്. എസ്പെഷ്യലി നിങ്ങളുടെ ഇമോഷൻ നിങ്ങൾ ഒരുപാട് ഹേർട്ട് ചെയ്യുന്നുണ്ട്. നിങ്ങളെ തന്നെ നിങ്ങൾ ഒരുപാട് ഹേർട്ട് ചെയ്യുന്നുണ്ട്. എസ്പെഷ്യലി എന്തെങ്കിലും ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആയിരിക്കാം റിലേഷൻഷിപ്പിൽ. ഓക്കെ, വേറെ ആരെങ്കിലും ഇൻവോൾവ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ആയിരിക്കാം. അല്ലെങ്കിൽ നിങ്ങൾ സ്നേഹിക്കുന്ന ആളുടെ ലൈഫിൽ വേറെ ആരെങ്കിലും ഉണ്ടായിരിക്കാം. അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ വേറെ ആരെങ്കിലും ഉണ്ടായിരിക്കാം. സോ ആ ഒരു കാര്യം നിങ്ങൾ ഒരുപാട് ഹേർട്ട് ചെയ്യുന്നുണ്ട്. അത് നിങ്ങളെ മെന്റലി ഫിസിക്കലി എല്ലാം നിങ്ങളെ എഫക്ട് ചെയ്യുന്നുണ്ട്. ആ വ്യക്തിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ഒരുപാട് ബെഗ് ചെയ്യുന്നുണ്ടായിരിക്കാം. സോ ആ ഒരു കാര്യങ്ങളൊക്കെ എൻഡ് ആക്കേണ്ട സമയമാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ബെറ്റർ ആയിട്ട് വരാൻ വേണ്ടിയിട്ട് ആ ഒരു കാര്യം നിങ്ങളുടെ ലൈഫിൽ എൻഡ് ആവുന്ന ഒരു സിറ്റുവേഷൻ ആണ്. കാരണം നിങ്ങളുടെ ലൈഫിലേക്ക് പുതിയ കാര്യങ്ങൾ വരേണ്ട ഒരു സമയമാണ്. ട്രാവലിംഗ് അല്ലെങ്കിൽ ഈ ഒരു സിറ്റുവേഷൻ നിങ്ങൾ മൂവ് ഓൺ ചെയ്യേണ്ട സമയമാണ്. ഓക്കെ, നിങ്ങളുടെ ലൈഫിൽ എന്താ സിറ്റുവേഷൻ നിങ്ങൾക്കറിയാം. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിട്ട് ഈ ഒരു സിറ്റുവേഷൻ നിങ്ങൾ മൂവ് ഓൺ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾ നിങ്ങളെ തന്നെ ഒരുപാട് കൺട്രോൾ ചെയ്യാതിരിക്കുക. അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫ് നിങ്ങൾ വേറൊരാളിൽ സ്റ്റക്കാക്കി വെക്കാതിരിക്കുക. അല്ലെങ്കിൽ ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആയിരിക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് പെയിൻഫുൾ ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ആയിരിക്കാം. ഓക്കെ, സോ എന്ത് സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിലും ഈ ഒരു സിറ്റുവേഷൻ നിങ്ങളുടെ ലൈഫിൽ നിന്ന് മാറുന്ന ഒരു സമയമാണ്. അല്ലെങ്കിൽ കാര്യങ്ങളൊക്കെ ബാലൻസിംഗിലേക്ക് വരുന്ന ഒരു സമയമാണ്. സോ എന്ത് സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിലും നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങളുടെ ലൈഫിൽ ആ ഒരു ന്യൂ ഓപ്പർച്യൂണിറ്റീസ്, ഇനിയും നിങ്ങൾക്ക് ഒരുപാട് അവസരങ്ങളുണ്ട് നിങ്ങളുടെ ലൈഫിൽ. ഇത് നിങ്ങളുടെ ലൈഫിന്റെ ഒരു എൻഡ് അല്ല. ഓക്കെ, ഇങ്ങനെ എന്തെങ്കിലും കാര്യം നിങ്ങളുടെ ലൈഫിൽ എൻഡ് ആയിട്ടുണ്ടെങ്കിൽ റിലേഷൻഷിപ്പ് ആയിരിക്കാം, ജോലി ആയിരിക്കാം, ആരോഗ്യപരമായിട്ടുള്ള എന്തെങ്കിലും കാര്യമായിരിക്കാം. സോ ആ ഒരു കാര്യത്തിൽ നിങ്ങൾ സ്റ്റക്ക് ആവരുത്. കാരണം നിങ്ങൾക്ക് ഇനിയും ഒരുപാട് അവസരങ്ങൾ വരികയാണ്. ഓക്കെ, സോ നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമുള്ള ആൾക്കാരുടെ കൂടെ ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്യാൻ കിട്ടുന്ന ഒരു സമയം കൂടിയാണ്. അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ആലോചിച്ചിട്ടും അല്ലെങ്കിൽ അനാവശ്യമായിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിട്ട് നിങ്ങൾ ഒരുപാട് സമയം സ്പെൻഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ചെയ്യാതിരിക്കാം. നിങ്ങളുടെ ലൈഫിൽ ആ ഒരു ന്യൂ ചാപ്റ്റർ ആണ്. ഓക്കെ, സോ എന്ത് സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിലും യു ആർ പ്രൊട്ടക്റ്റഡ്. അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് മിറാക്കിൾസ് ഒക്കെ നിങ്ങൾ തന്നെ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടാവും അല്ലെ. ഒന്നും ഇല്ലാണ്ടാവുന്ന സിറ്റുവേഷനിൽ പോലും നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും സപ്പോർട്ട് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിരിക്കും. റൈറ്റ്, നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ പുതിയ ജോബ് ഓഫർ ഒക്കെ വരുന്ന ഒരു സമയമായിരിക്കാം കേട്ടോ. ജോലിയിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ജോലി സംബന്ധമായിട്ട് എന്തെങ്കിലും ട്രാവലിങ്ങിനൊക്കെ പോകേണ്ട ഒരു സമയമാണ്. അല്ലെങ്കിൽ മാരേജ് അല്ലെങ്കിൽ റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ട്രാവൽ ആഫ്റ്റർ മാരേജ് ആയിരിക്കാം. ഓക്കെ, അല്ലെങ്കിൽ പുതിയ ലൈഫിലേക്ക് പോകുന്ന ഒരു സമയം കൂടിയാണ്. അല്ലെങ്കിൽ പുതിയ ആൾക്കാർ നമ്മുടെ ലൈഫിലേക്ക് വരുന്ന ഒരു സമയം കൂടിയാണ്. സോ നിങ്ങൾക്ക് അങ്ങനെ ഒരുപാട് റിലേഷൻഷിപ്പിൽ നിങ്ങൾ ഒരുപാട് ഹേർട്ട് ആയിട്ടുള്ള സിറ്റുവേഷൻ കാണുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വ്യക്തി വേറെ എന്തെങ്കിലും ഫാമിലി ഇൻവോൾവ് ആയിട്ടുള്ള സിറ്റുവേഷൻ, നിങ്ങൾക്കോ അവർക്കോ എന്തെങ്കിലും ഫാമിലി ഇൻവോൾവ് ആയിട്ടുള്ള സിറ്റുവേഷൻ കാണുന്നുണ്ട്. അതിൽ നിങ്ങൾ ഒരുപാട് സ്റ്റക്കാണ്. ആ ഒരു കാര്യത്തിൽ നിങ്ങൾ വീണ്ടും ബെഗ് ചെയ്യുന്നുണ്ട്, വെയിറ്റ് ചെയ്യുന്നുണ്ട്. എസ്പെഷ്യലി അവരെ മീറ്റ് ചെയ്യാനായിരിക്കാം. ഓക്കെ, സോ ആ ഒരു കാര്യത്തിൽ നിന്നൊക്കെ നിങ്ങൾ മൂവ് ഓൺ ചെയ്യേണ്ട സമയമാണ്. ഓക്കെ, നിങ്ങളുടെ സോൾ നിങ്ങൾ കുറച്ചുകൂടെ ഫ്രീ. ഈ ഒരു കാര്യത്തിൽ നിങ്ങൾക്കറിയാം എന്താണ് നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നത്, എന്താണ് നിങ്ങൾ സ്റ്റക്കാക്കി വെക്കുന്നത് എന്നുള്ളത്. സോ ആ ഒരു കാര്യത്തിൽ നിന്ന് നിങ്ങളുടെ സോളിനെ നിങ്ങൾ കുറച്ചുകൂടെ ഫ്രീ ആക്കി വെക്കേണ്ട സമയമാണ്. കാരണം നിങ്ങൾക്ക് ഒരുപാട് ന്യൂ ഓപ്പർച്യൂണിറ്റീസ് വരുന്നുണ്ട്. അത് നിങ്ങൾ കാണാതെ പോകരുത്. സോ വാല്യൂ യുവർ സെൽഫ്.
സോ ഈ ഒരു സിറ്റുവേഷനിന് നിങ്ങളുടെ ലൈഫിൽ എന്ത് സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിലും ആ ഒരു സിറ്റുവേഷന് നിങ്ങൾക്ക് തന്നെയാണ് ആ ഒരു സിറ്റുവേഷനിന് പുറത്തു വരാൻ നിങ്ങളെ തന്നെ സഹായിക്കാൻ പറ്റുക. സോ ഒന്ന് ഓപ്പൺ ആയിട്ട് ചിന്തിക്കേണ്ട സമയമാണ്. ഓക്കെ, കുറച്ചുകൂടി കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട സമയമാണ് നിങ്ങളുടെ ലൈഫിൽ എന്താണ് സംഭവിക്കുന്നത്. എന്ത് സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിലും എപ്പോഴും മനസ്സിലാക്കേണ്ടത് നമ്മളുടെ എനർജിനെക്കാട്ടി കൂടുതൽ പവർഫുൾ അല്ല വേറെ ഒരു കാര്യം എന്ന് പറയുന്നത്. സോ യൂസ് യുവർ എനർജി, യൂസ് യുവർ പവർ ടു ചേഞ്ച് യുവർ ലൈഫ്. ഓക്കെ, ഈ ഒരു കാര്യത്തിൽ സ്റ്റക്ക് ആവാതിരിക്കാം. നിങ്ങൾക്ക് ഒരു ന്യൂ ഓപ്പർച്യൂണിറ്റി, എസ്പെഷ്യലി റിലേഷൻഷിപ്പിൽ ന്യൂ ലവ് ഒക്കെ വരുന്ന ഒരു സമയമാണ്. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങളുടെ ഹെൽത്ത് ഇഷ്യൂസ് ഹീൽ ആവുന്ന ഒരു സമയമാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഹൃദയ സംബന്ധമായിട്ട് എന്തെങ്കിലും ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫ് സിറ്റുവേഷന് അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിന് നിങ്ങൾ ഒരുപാട് ഹേർട്ട് ആയിട്ടുണ്ട്, നിങ്ങളുടെ ഹാർട്ട് ഒരുപാട് ഹേർട്ട് ആയിട്ടുണ്ട്, നിങ്ങളുടെ ഹൃദയം. ഓക്കെ, നിങ്ങളുടെ ഫീലിങ്സ്, എസ്പെഷ്യലി നിങ്ങളുടെ ഫീലിങ്സ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും ഹാർട്ട് സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടായിരിക്കാം. അത് എല്ലാം നാച്ചുറലി ഹീൽ ആവുന്ന സമയമാണ്. ഓക്കെ, സോ അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളെ തന്നെ ഹീൽ ചെയ്യേണ്ട സമയമാണ്. നിങ്ങളുടെ ആ ഒരു പെയിൻ നിങ്ങൾ തന്നെ ഹീൽ ചെയ്യേണ്ട സമയമാണ്. ഈ ഒരു സിറ്റുവേഷന് ഓവർകം ചെയ്യാൻ നിങ്ങൾക്ക് മാത്രമേ പറ്റുള്ളൂ. കാരണം നിങ്ങൾക്ക് ഒരുപാട് മാറ്റം വരേണ്ട സമയമാണ്. നിങ്ങൾ ഒരുപാട് ട്രാവൽ ചെയ്യണം, ന്യൂ ഓപ്പർച്യൂണിറ്റി നിങ്ങളുടെ ലൈഫിലേക്ക് വരികയാണ്. സോ എന്താണ് നിങ്ങളുടെ പാസ്റ്റ്, എന്താണ് നിങ്ങളുടെ ലൈഫിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ആരെങ്കിലും നിങ്ങൾക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ടായിരിക്കാം, അല്ലെങ്കിൽ അവരുടെ എന്തെങ്കിലും ആരോഗ്യപരമായിട്ടുള്ള എന്തെങ്കിലും കാര്യം, റിലേഷൻഷിപ്പിൽ വേറെ ആരെങ്കിലും ഒക്കെ ഇൻവോൾവ് ആയിട്ടുള്ള കാര്യം, നിങ്ങൾ ഒരുപാട് വെയിറ്റ് ചെയ്യുന്ന ബെഗ് ചെയ്യുന്ന കാര്യമൊക്കെ നിങ്ങൾ ഹീൽ ചെയ്യാം. ഓക്കെ, ആ ഒരു വേർത്ത് നിങ്ങൾക്ക് തന്നെ കൊടുക്കേണ്ട സമയമാണ്. നിങ്ങളുടെ വേർത്ത് നിങ്ങൾ തിരിച്ചറിയേണ്ട സമയമാണ്. ആ റെസ്പെക്ട്, നിങ്ങളുടെ ഫീലിംഗ്സിന് ആ റെസ്പെക്ട് കൊടുക്കേണ്ട ഒരു സമയമാണ്. ഓക്കെ, നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് മാറ്റം വരുന്ന ഒരു സമയമാണ്. അതുകൊണ്ടാണ് നിങ്ങൾ അൺഎക്സ്പെക്ടഡ് ആയിട്ടുള്ള ചേഞ്ചസ് റിലേഷൻഷിപ്പിലായാലും ജോലിയിലായാലും അല്ലെങ്കിൽ നിങ്ങളുടെ ആരോഗ്യപരമായിട്ടുള്ള കാര്യത്തിലായാലും നിങ്ങൾക്ക് അങ്ങനെ ഒരു കാര്യം നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഉണ്ടായിട്ടുണ്ടാവുക. ഓക്കെ, സോ നിങ്ങളുടെ പെയിൻ, അതിപ്പം റിലേഷൻഷിപ്പ് ആയാലും എന്ത് സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിലും ആ ഒരു കാര്യം നിങ്ങൾ ഹീൽ ചെയ്യാം, അല്ലെങ്കിൽ ആ ഒരു ഹീലിംഗ് പ്രോസസ് നിങ്ങളുടെ ലൈഫിൽ നടക്കുന്ന ഒരു സമയമാണ്. സോ നിങ്ങൾ അത് അക്സെപ്റ്റ് ചെയ്യുക, നിങ്ങളായിട്ട് ഈ ഒരു സിറ്റുവേഷനിൽ സ്റ്റക്ക് ആവാതിരിക്കുക. ഓക്കെ, സോ എന്തൊക്കെ സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിലും നിങ്ങൾ അവിടെ പ്രൊട്ടക്റ്റഡ് ആണ്. എന്ത് സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ ആ ഒരു കറേജ് അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു എനർജി നിങ്ങൾ റേസ് ചെയ്യേണ്ട സമയമാണ്. കാരണം നമ്മളുടെ എനർജിനെക്കാട്ടി വലുതല്ല, അല്ലെങ്കിൽ നമ്മളെക്കാട്ടി പവർഫുൾ അല്ല വേറൊരു കാര്യം എന്ന് പറയുന്നത്. നമ്മൾ അത്രയും പവർഫുൾ ആയിട്ടുള്ള ആൾക്കാരാണ്. സോ നിങ്ങളുടെ മാക്സിമം എനർജി നിങ്ങൾ യൂസ് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ ആണ്. സോ റേസ് യുവർ പോസിറ്റീവ് എനർജി, ദാറ്റ് കൻ ഹീൽ യുവർ റിലേഷൻഷിപ്പ്. നിങ്ങളുടെ ഹെൽത്ത് ആയാലും എന്ത് സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിലും നിങ്ങൾ നിങ്ങളുടെ ആ ഒരു എനർജി റേസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ ഒരു സിറ്റുവേഷനൊക്കെ നിങ്ങൾക്ക് ഹീൽ ചെയ്യും. ആ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ലൈഫിൽ ബാലൻസ് ചെയ്യും. ഈ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾക്ക് മൂവ് ഓൺ ചെയ്യാൻ പറ്റാത്ത എന്തെങ്കിലും സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കുക, ഈ ഒരു സിറ്റുവേഷനിൽ പുറത്തു വരാൻ നിങ്ങൾക്ക് മാത്രമേ കഴിയുള്ളൂ. ഓക്കെ, അനാവശ്യമായിട്ട് നിങ്ങൾ സ്റ്റക്ക് ആയിട്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് ഈ സിറ്റുവേഷൻ മാറ്റാനുള്ള കഴിവ് നിങ്ങളുടെ ഉള്ളിൽ തന്നെ ഉണ്ട്. അത് നിങ്ങൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാം. സോ അതാണ് നിങ്ങളിപ്പോൾ യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, നിങ്ങളുടെ സിറ്റുവേഷനിൽ നിങ്ങൾ തന്നെയാണ് നിങ്ങൾക്ക് ആ ഒരു സപ്പോർട്ട് കൊടുക്കേണ്ടത്. എത്ര പെയിൻഫുൾ ആയാലും, നിങ്ങൾക്ക് ഫിസിക്കലി ഒരുപാട് പെയിൻ ഉണ്ടായിട്ടുള്ള സിറ്റുവേഷൻ ഉണ്ടായിരിക്കാം, ഇമോഷണലി ഒരുപാട് പെയിൻ ഉണ്ടായിരിക്കാം, വിഷമം ഉണ്ടായിരിക്കാം, നിങ്ങൾ ഒരുപാട് ഫിസിക്കലി ഹേർട്ട് ആയിട്ടുണ്ടായിരിക്കാം. ഓക്കെ, ഇമോഷണലി ഒരുപാട് ഹേർട്ട് ആയിട്ടുണ്ട്. സോ അതൊക്കെ നിങ്ങൾക്ക് തന്നെയാണ് ഈ ഒരു സിറ്റുവേഷൻ നിങ്ങളെ ഹീൽ ചെയ്യാൻ പറ്റാം. ആർക്കും വേണ്ടിയിട്ട് ബെഗ് ചെയ്യാതിരിക്കാം, വെയിറ്റ് ചെയ്യാതിരിക്കാം. ഓക്കെ, സോ നിങ്ങളുടെ ലൈഫിൽ ഒരു ന്യൂ ചാപ്റ്റർ ആണ്, ന്യൂ ബിഗിനിങ്. എന്താണ് നിങ്ങളുടെ ലൈഫിൽ ഇനി നെക്സ്റ്റ് നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് വരുന്നുണ്ട്. അൺഎക്സ്പെക്ടഡ് ലവ്, അൺഎക്സ്പെക്ടഡ് ജോബ് ഓപ്പർച്യൂണിറ്റീസ്. നിങ്ങൾക്ക് ഒരുപാട് ട്രാവൽ ചെയ്യാൻ ഇഷ്ടമുള്ള ആൾക്കാരാണ്. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾ ഒരുപാട് ട്രാവൽ ചെയ്യേണ്ട ആൾക്കാരാണ്. സോ ഈ ഒരു സിറ്റുവേഷൻ ഓവർകം ചെയ്യാൻ നിങ്ങൾക്ക് ഒരുപാട് പാഷൻ തോന്നുന്ന കാര്യം നിങ്ങൾ കണ്ടുപിടിക്കുക. ആൻഡ് ആ ഒരു കാര്യം നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരും. സോ മനസ്സിലാക്കുക, ഈ ഒരു സിറ്റുവേഷൻ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിട്ടുള്ളത് നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷൻ ആണെന്ന് നിങ്ങൾക്ക് തോന്നും. പക്ഷേ ഇത് നിങ്ങളുടെ ഒരു കൺട്രോൾ തന്നെയാണ് വരുന്നത്. ഓക്കെ, നിങ്ങൾക്ക് തന്നെ ഈ ഒരു സിറ്റുവേഷൻ നിങ്ങൾക്ക് മാറ്റാൻ പറ്റും. ഈ ഒരു സിറ്റുവേഷൻ നിങ്ങളുടെ ലൈഫിൽ വന്നത് നിങ്ങളുടെ ഒരു പാഷൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾ ചെയ്യേണ്ട എന്തെങ്കിലും കാര്യമുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് ക്രേവ് വന്നിട്ടുള്ള കാര്യം, നിങ്ങൾ നിങ്ങളുടെ സോളിൽ കൺട്രോൾ ചെയ്യാതിരിക്കുക, ഫ്രീ ആയിട്ട് വിടുക. കാരണം ഇനിയും നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്, എക്സ്പ്ലോർ ചെയ്യാനുണ്ട്. സോ ഈ ഒരു സിറ്റുവേഷനിൽ ഈ ഒരു പെയിൻ നിങ്ങൾ തന്നെ ഹീൽ ചെയ്യുക. എന്താണെന്നുണ്ടെങ്കിലും, ഹെൽത്ത് ഇഷ്യൂസ് ആണെന്നുണ്ടെങ്കിലും, എന്തെങ്കിലുമൊക്കെ സർജറി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എന്തുണ്ടെന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾ കറേജ് ആയിട്ട് നിൽക്കുന്ന സമയത്ത്, നിങ്ങളുടെ എനർജി നിങ്ങൾ റേസ് ചെയ്യുന്ന സമയത്ത് എല്ലാം നമുക്ക് ഹീൽ ചെയ്യാൻ പറ്റും. ഓക്കെ, അനാവശ്യമായിട്ടുള്ള കാര്യത്തിൽ സ്റ്റക്ക് ആവാതിരിക്കുക. കാരണം നിങ്ങൾക്ക് വരുന്ന കാര്യങ്ങൾ നിങ്ങൾ തന്നെ ബ്ലോക്ക് ചെയ്യാതിരിക്കുക.
ഓൾറൈറ്റ്, ഒരുപാട് ഡിവൈൻ സപ്പോർട്ടുള്ള സമയമാണ്. നിങ്ങൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. കാർഡ് നമ്പർ 1, ട്രാവൽ ചെയ്യുക. ഓക്കെ, നിങ്ങൾക്ക് അങ്ങനെ പ്ലാൻ ഇല്ലാന്നുണ്ടെങ്കിൽ പോലും എന്തെങ്കിലുമൊക്കെ എങ്ങോട്ടെങ്കിലൊക്കെ ഒരുപാട് സന്തോഷം തരുന്ന ഒരു ട്രാവലിംഗ് ഒക്കെ ഉണ്ടാവും. അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട്. ഓൾറൈറ്റ്, സോ ലൈഫിൽ എന്ത് മാറ്റം പെട്ടെന്ന് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് സംഭവിച്ചാൽ മനസ്സിലാക്കുക, അത് നിങ്ങൾക്ക് ഒരു ന്യൂ ഓപ്പർച്യൂണിറ്റീസ്, ന്യൂ ചേഞ്ച് അല്ലെങ്കിൽ ഒരു പുതിയ മാറ്റത്തിലേക്ക് വേണ്ടിയിട്ടാണ്. അതിപ്പം റിലേഷൻഷിപ്പിലായാലും കരിയറിലായാലും ഹെൽത്ത് പരമായിട്ടുള്ള കാര്യത്തിലായാലും. ഓൾറൈറ്റ്, അതാണ് കാർഡ് നമ്പർ 1 നിങ്ങൾക്കുള്ള റീഡിംഗ്. ഇത് നിങ്ങളുടെ സിറ്റുവേഷൻ ആയിട്ട് റെസനേറ്റ് ആവുന്നുണ്ടെങ്കിൽ മാത്രം എടുക്കുക, അതർവൈസ് ഡോണ്ട് ഫോഴ്സ് യുവർ സെൽഫ്. Alright, so hope you like this video. Let's move to card number 2 now. Hello group number 2. What is next in your life? എന്താണ് നിങ്ങൾക്കുള്ള മെസ്സേജ് നോക്കാം. കാർഡ് നമ്പർ 2. You are not alone. Universe is protecting you by keeping them away from you. In your solitude, you find yourself. ഓക്കെ, സോ നിങ്ങൾക്കുള്ള മെസ്സേജ് എന്താന്ന് വെച്ചാൽ നിങ്ങൾ ഒറ്റയ്ക്കല്ല. യൂണിവേഴ്സ് നിങ്ങളെ പ്രൊട്ടക്ട് ചെയ്യാൻ ശ്രമിക്കുകയാണ്. നിങ്ങളുടെ ലൈഫിൽ ആവശ്യമില്ലാത്ത ആൾക്കാരൊക്കെ നിങ്ങളുടെ ലൈഫിൽ നിന്ന് നിങ്ങൾ പോലും അറിയാതെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് മാറ്റി നിർത്തുകയാണ്. കാരണം ഈ ഒരു ഒറ്റപ്പെടലിന് നിങ്ങൾ നിങ്ങളെ തന്നെ കണ്ടുപിടിക്കണം എന്നാണ്. അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ലോൺലിനെസ്. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് ഒരു ഒറ്റയ്ക്കാണ് അല്ലെങ്കിൽ ഇനി എന്താണ് നെക്സ്റ്റ് എന്നൊക്കെ നിങ്ങൾക്ക് അറിയാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ ആയിരിക്കാം. അല്ലെങ്കിൽ ഒരുപാട് ഒറ്റയ്ക്കായ പോലെ അല്ലെങ്കിൽ ഒറ്റപ്പെട്ട പോലെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവാം ലൈഫിൽ. ഓക്കെ, സോ ആ ഒരു സിറ്റുവേഷൻ ആണ് നിങ്ങളതെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക, യൂണിവേഴ്സ് നിങ്ങളെ പ്രൊട്ടക്ട് ചെയ്യാണ്. നിങ്ങൾ ഡിസേർവ് ചെയ്യാത്ത ആൾക്കാരായിരിക്കാം. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് വേണ്ടാത്ത ആൾക്കാരെ യൂണിവേഴ്സ് തന്നെ ആ ഒരു സിറ്റുവേഷന് മാറ്റാണ്, അല്ലെങ്കിൽ ആ ഒരു ഡിവൈൻ നിങ്ങളെ പ്രൊട്ടക്ട് ചെയ്യാണ്. കാരണം നിങ്ങൾ ഈ ഒരു സമയം എന്ന് പറയുന്നത് നിങ്ങൾ ആ ഒരു ഏകാന്തത അല്ലെങ്കിൽ ആ ഒരു ഒറ്റയ്ക്ക് നിൽക്കേണ്ട സമയമാണ്. കാരണം ഈ ഒരു ഒറ്റപ്പെടലിന് നിങ്ങളെ തന്നെ കണ്ടുപിടിക്കാം. സോ ഇറ്റ്സ് ആക്ച്വലി ലൈക്ക് എ ബ്ലെസ്സിങ്സ്. ഓക്കെ, ഒരു അനുഗ്രഹം പോലെയാണ് ഇത്. സോ ഒരുപാട് ഒറ്റയ്ക്കായ പോലെ തോന്നരുത്, ഒരുപാട് വിഷമാവരുത് ഈ ഒരു സിറ്റുവേഷനിൽ. ഇപ്പം നിങ്ങൾ കുറച്ചുകൂടി നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ട സമയമാണ്, നിങ്ങളുടെ ലൈഫിൽ എന്ത് സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിലും. ഓക്കെ, കാർഡ് നമ്പർ 2. ലെറ്റ്സ് സീ വാട്ട് ഈസ് നെക്സ്റ്റ് ഇൻ യുവർ ലൈഫ്. കാർഡ് നമ്പർ 2. കാർഡ് നമ്പർ 2, വാട്ട് ഈസ് നെക്സ്റ്റ് ഇൻ യുവർ ലൈഫ്. എന്താണ് നിങ്ങളുടെ ലൈഫിൽ എന്താണ് നെക്സ്റ്റ്? എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുക? എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്? കാർഡ് നമ്പർ 2, വാട്ട് ഈസ് നെക്സ്റ്റ് ഇൻ യുവർ ലൈഫ്. സോ നിങ്ങളുടെ കാര്യം നിങ്ങളുടെ മറ്റുള്ള ആൾക്കാരുടെ അടുത്ത് ഷെയർ ചെയ്യാതിരിക്കുക. ഓക്കെ, മനസ്സിലാക്കുക. ദൂരെ നിന്നിട്ട് ആൾക്കാരെ മനസ്സിലാക്കുക, അല്ലെങ്കിൽ സിറ്റുവേഷൻസ് എന്താണെന്ന് മനസ്സിലാക്കുക. ഈ ഒരു സൈലൻസിൽ നിന്ന് നിങ്ങളുടെ സിറ്റുവേഷൻ നിങ്ങൾ തന്നെ മനസ്സിലാക്കുക. ഈ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് ആക്ച്വലി നിങ്ങൾക്ക് ആ ഒരു ബ്ലെസ്സിങ്, ആ ഒരു അനുഗ്രഹമാണ് കേട്ടോ. സോ ഒറ്റയ്ക്കായിന്ന് തോന്നരുത്. അങ്ങനത്തെ എന്തെങ്കിലും സിറ്റുവേഷൻ ലൈഫിലുണ്ടെങ്കിൽ ഇതിന്ന് നിങ്ങളുടെ ലൈഫിൽ ഇതുവരെ സംഭവിച്ചിട്ടുള്ള കാര്യങ്ങളായിരിക്കാം, അല്ലെങ്കിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളായിരിക്കാം. സോ അത് എന്താണ് റൈറ്റ്, എന്താണ് റോങ്, ആരാണ് റൈറ്റ്, ആരാണ് റോങ്. കാരണം നിങ്ങൾ ഒരുപാട് ഇൻറ്റ്യൂട്ടീവ് ആയിട്ടുള്ള ആൾക്കാരാണ്. നിങ്ങൾ കുറച്ചുകൂടി നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ട സമയമാണ്. ഓക്കെ, സോ അല്ലെങ്കിൽ നിങ്ങൾ ആ ഒരു സ്പിരിച്വൽ ജേണിയിൽ കൂടെ പോകുന്ന സമയമാണ്. ആ ഒരു ലോൺലിനെസ് നിങ്ങൾ ഫീൽ ചെയ്യേണ്ടതായിട്ടുണ്ട്, ഒറ്റപ്പെടൽ നിങ്ങൾ ഫീൽ ചെയ്യേണ്ടതായിട്ടുണ്ട്. അല്ലെങ്കിൽ ഒന്നുമായിട്ട് കണക്റ്റഡ് ആവാത്ത പോലെ നമുക്ക് തോന്നും. എല്ലാ സ്ഥലത്തു നിന്നും എല്ലാ ആൾക്കാരിൽ നിന്നും ഡിറ്റാച്ച്ഡ് ആയിട്ടുള്ള പോലെ തോന്നും നിങ്ങൾ. സോ അത് ആക്ച്വലി ഇറ്റ്സ് ലൈക്ക് എ ബ്ലെസ്സിങ്, അല്ലെങ്കിൽ നിങ്ങൾ ആ ഒരു സ്പിരിച്വൽ ജേണിയിൽ കൂടെ പോകുന്നതുകൊണ്ടാണ്. ഓക്കെ, സോ പാനിക് ആവരുത്, ഈ ഒരു സിറ്റുവേഷനിൽ പേടിക്കരുത്. സോ മനസ്സിലാക്കുക എന്തായിരുന്നു സിറ്റുവേഷൻ, എന്തൊക്കെയാണ് നിങ്ങളുടെ ലൈഫിൽ നടന്നത്. സോ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ട്രസ്റ്റ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടായിരിക്കാം, അല്ലെങ്കിൽ ആരെങ്കിലും നിങ്ങളുടെ അടുത്ത് അങ്ങനെ എന്തെങ്കിലും കാര്യം കാണിച്ചിട്ടുണ്ടായിരിക്കാം. ഓക്കെ, സോ ഇപ്പം എന്താണ് ട്രസ്റ്റ് ചെയ്യേണ്ടതെന്നൊക്കെ അറിയാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആണ്. നിങ്ങൾക്ക് ഒരുപാട് ഇമോഷണൽ ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിൽ കൂടിയാണ് പോകുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ തന്നെ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടാവില്ല. നിങ്ങളുടെ ലൈഫിലേക്ക് ഈവൻ നന്നായിട്ട് വരുന്ന കാര്യങ്ങൾ പോലും നിങ്ങൾക്ക് തന്നെ അക്സെപ്റ്റ് ചെയ്യാൻ പേടിയുണ്ടായിരിക്കാം, വിശ്വസിക്കാൻ നിങ്ങൾക്ക് പറ്റുന്നില്ല. അല്ലെങ്കിൽ നിങ്ങൾ ഒരുപാട് കൺഫ്യൂസ്ഡ് ആണ്, അല്ലെങ്കിൽ നിങ്ങൾ ഒരുപാട് കൺഫ്യൂസ്ഡ് ആക്കുന്നുണ്ടാവും നിങ്ങളുടെ ഈ ഒരു കറന്റ് സിറ്റുവേഷൻ എന്ന് പറയുന്നത്. എന്ത് ഡിസിഷൻ എടുക്കണം എന്ന് അറിയുന്നുണ്ടാവില്ല നിങ്ങൾക്ക്. എന്തെങ്കിലുമൊക്കെ ആർഗ്യുമെന്റ്സ് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഈ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ തന്നെയാണ് നിങ്ങളോട് ഫൈറ്റ് ചെയ്യേണ്ടത്. ഓൾറൈറ്റ്, കാർഡ് നമ്പർ 2, വാട്ട്സ് നെക്സ്റ്റ് ഇൻ യുവർ ലൈഫ്. ഒരുപാട് ഹേർട്ട് ആയിട്ടുള്ള സിറ്റുവേഷൻ ഉണ്ട്, എസ്പെഷ്യലി കോൺവെർസേഷൻ, ആർഗ്യുമെന്റ്സ് ഒക്കെ ഉണ്ടായിട്ടുണ്ടായിരിക്കാം.
നിങ്ങൾ അങ്ങനെ കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള സിറ്റുവേഷനിൽ പോലും നിങ്ങൾ ആ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണ്ടാവും. റിലേഷൻഷിപ്പ് ആയിരിക്കാം, നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വ്യക്തി ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വേറെ എന്തെങ്കിലും കാര്യമായിരിക്കാം, ജോലി ആയിരിക്കാം. ഓക്കെ, എത്ര കൺഫ്യൂസ്ഡ് ആയാലും, നിങ്ങൾ എത്ര ഹേർട്ട് ചെയ്താലും, എത്ര ആ ഒരു കാര്യത്തിൽ നിങ്ങൾ ഫൈറ്റ് ചെയ്യാണ്, അല്ലെങ്കിൽ നിങ്ങൾ ആ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ഇപ്പോഴും റെഡിയാണ്, ആർക്കും എന്തെങ്കിലുമൊക്കെ കാര്യത്തിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ്. ഓക്കെ, അത് നിങ്ങളെ മനസ്സിലാക്കുക. വീണ്ടും അതിന് വേണ്ടിയിട്ട് പോകുന്ന സമയത്ത്, അതിലേക്ക് തന്നെ പോകുന്ന സമയത്ത് നിങ്ങൾ വീണ്ടും ഒരുപാട് ഹേർട്ട് ആവുകയാണ് ചെയ്യുന്നത്. കോൺവെർസേഷൻ ഉണ്ടായിട്ടുള്ള പ്രശ്നം ഉണ്ടായിരിക്കാം, കോൺവെർസേഷൻ പ്രോപ്പർ ആയിട്ടുള്ള കോൺവെർസേഷൻ ഇല്ലാത്തതുകൊണ്ടുള്ള പ്രശ്നം ഉണ്ടായിരിക്കാം. ഓക്കെ, സോ ഇപ്പം എന്ത് സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിലും നിങ്ങൾ നിങ്ങളെ തന്നെ ആ ഒരു സിറ്റുവേഷനിൽ ഒറ്റയ്ക്കാക്കി വെക്കേണ്ട ഒരു സമയമാണ്, പ്രൊട്ടക്ട് ചെയ്യേണ്ട സമയമാണ്. സോ നിങ്ങളായിട്ട് അത് ചെയ്തിട്ടുണ്ടാവില്ല, അതുകൊണ്ടാണ് യൂണിവേഴ്സ് ഈ ഒരു സിറ്റുവേഷനിൽ നിങ്ങളെ പ്രൊട്ടക്ട് ചെയ്യുന്നത്. സോ വീണ്ടും അതേ സിറ്റുവേഷനിൽ വേണ്ടിയിട്ട്, അനാവശ്യ കാര്യത്തിന് വേണ്ടിയിട്ട് ഫൈറ്റ് ചെയ്യാതിരിക്കുക, അത് ലൈഫിലേക്ക് വരാൻ വേണ്ടിയിട്ട് അതിനെ വീണ്ടും ലൈഫിലേക്ക് കൊണ്ടുവരാതിരിക്കുക. ഇപ്പം ആ ഒരു സ്പേസ് നമുക്ക് നമ്മൾ തന്നെ കൊടുക്കേണ്ട ഒരു സമയമാണ്. ഓക്കെ, നിങ്ങൾ ലൈഫിലേക്ക് വീണ്ടും എന്തെങ്കിലും മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടായിരിക്കാം. ഓക്കെ, നിങ്ങളുടെ ലൈഫിൽ നിന്ന് നിങ്ങൾക്ക് വേണ്ടാത്ത കാര്യങ്ങൾ മാറ്റി നിർത്തുന്ന സമയത്ത് നിങ്ങൾ വീണ്ടും ആ ഒരു കാര്യം തന്നെ നിങ്ങളുടെ ലൈഫിലേക്ക് ആഗ്രഹിക്കുന്നുണ്ട്, മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടാവാം, ആഗ്രഹിക്കുന്നുണ്ടാവാം. അങ്ങനെ ചെയ്യാതിരിക്കാം. ഓക്കെ, എല്ലാ കാര്യത്തിലും പ്രതികരിക്കാതിരിക്കുക. ചില കാര്യത്തിൽ നമ്മൾ സൈലന്റ് ആയിട്ട് ഇരിക്കുന്നതാണ് നല്ലത്. ഓക്കെ, അല്ലെങ്കിൽ നമ്മൾ ഒരുപാട് ട്രൈ ചെയ്തിട്ടുള്ള കാര്യത്തിൽ വീണ്ടും അവിടെ തന്നെ സ്റ്റക്ക് ആവാതിരിക്കാം. കാർഡ് നമ്പർ 2 പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു സിറ്റുവേഷനിൽ, ഓക്കെ, ഈ ഒരു സിറ്റുവേഷനിൽ നിങ്ങളുടെ ലൈഫിൽ നിന്ന് അങ്ങനെ ആരെങ്കിലും എന്തെങ്കിലും, എസ്പെഷ്യലി റിലേഷൻഷിപ്പ്, അങ്ങനെ എന്തെങ്കിലും കാര്യം മാറിയിട്ടുണ്ടെങ്കിൽ, മാറി നിൽക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ ആ ഒരു ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ആ ലോൺലിനെസ്, നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വ്യക്തി എന്നായിരിക്കാം, റിലേഷൻഷിപ്പ് എന്നായിരിക്കാം, നിങ്ങൾക്ക് ഇഷ്ടമുള്ള വേറെ എന്തെങ്കിലും കാര്യം, ഓക്കെ, നിങ്ങളുടെ ലൈഫിൽ എന്താ സംഭവിക്കുന്നത് നിങ്ങൾക്ക് അറിയാം. സോ ആ ഒരു കാര്യത്തിൽ നിന്ന് നിങ്ങൾക്ക് ആ ഒരു ഗ്യാപ്പ് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇതുവരെ ഉണ്ടായിരുന്ന പോലെ ആയിരുന്നില്ല ഇപ്പം കാര്യങ്ങളെങ്കിൽ, അല്ലെങ്കിൽ ആ ഒരു ഡിസ്റ്റൻസ് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കുക, നിങ്ങൾ ഈ ഒരു സിറ്റുവേഷന് യൂണിവേഴ്സ് ആയിട്ട് പ്രൊട്ടക്ട് ചെയ്യാൻ ശ്രമിക്കുകയാണ്. സോ വീണ്ടും ഈ ഒരു കാര്യം ലൈഫിലേക്ക് തിരിച്ചു കൊണ്ടുവരാതിരിക്കുക. ഓക്കെ, മേ ബി ഈ ഒരു കാര്യം, ഈ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിൽ, അല്ലെങ്കിൽ എന്താണോ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഒരുപാട് ആഗ്രഹിക്കുന്നത്, ഫൈറ്റ് ചെയ്യുന്നത്, വെയിറ്റ് ചെയ്യുന്നത്, ഇപ്പം ഈ ഒരു സമയത്ത് നിങ്ങളുടെ ലൈഫിൽ റൈറ്റ് ആയിട്ടുള്ള കാര്യമല്ല. അത് വീണ്ടും അതേ കാര്യം തന്നെ വീണ്ടും ലൈഫിലേക്ക് അട്രാക്ട് ചെയ്യാതിരിക്കുക. ആ ഒരു കാര്യത്തിൽ നിങ്ങൾ ഒരുപാട് ഒബ്സെസ്ഡ് ആണ്. സോ അങ്ങനെ ആവുന്ന സമയത്ത് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്ന മറ്റുള്ള കാര്യങ്ങളൊന്നും നിങ്ങൾ കാണുന്നില്ല. നിങ്ങൾക്ക് ഒന്ന് കൂടുതൽ റിലേഷൻഷിപ്പ് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ടായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ച പോലെ കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ വന്നിട്ടുണ്ടായിരിക്കില്ല. 1-2 വ്യക്തികൾ നിങ്ങളുടെ ലൈഫിൽ ഓൾറെഡി ഉണ്ടായിട്ടുണ്ടായിരിക്കണം. നിങ്ങൾ ആഗ്രഹിച്ച പോലെ നിങ്ങളുടെ റിലേഷൻഷിപ്പ് വർക്ക് ആയിട്ടുണ്ടാവില്ല. ഓക്കെ, എസ്പെഷ്യലി റിലേഷൻഷിപ്പ്. സോ ആ ഒരു കാര്യത്തിൽ നിങ്ങൾ ഒരുപാട് ഒബ്സെസ്ഡ് ആണ്, നിങ്ങൾക്ക് അത് വിട്ടുകൊടുക്കാൻ പറ്റുന്നില്ല. ഈവൻ എന്തൊക്കെ പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എത്ര ഫൈറ്റ് ചെയ്യാൻ റെഡിയാണ് ആ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട്. നിങ്ങൾ ഒരുപാട് ഹേർട്ട് ആയാലും നിങ്ങൾ ആ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് സ്റ്റക്കാണ്, ആ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ്, വീണ്ടും വെയിറ്റ് ചെയ്യാണ്. സോ അങ്ങനെ ചെയ്യാതിരിക്കാം. സോ ഇപ്പം ഈ ഒരു സിറ്റുവേഷന് നിങ്ങളെ തന്നെ യൂണിവേഴ്സ് ആ ഒരു സിറ്റുവേഷന് പ്രൊട്ടക്ട് ചെയ്യാൻ ശ്രമിക്കുന്ന സമയത്ത് നിങ്ങൾ വീണ്ടും മാനിഫെസ്റ്റ് ചെയ്ത്, അല്ലെങ്കിൽ ഒരുപാട് ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചിട്ട് ഇതേ കാര്യം തന്നെ ലൈഫിലേക്ക് അട്രാക്ട് ചെയ്യാതിരിക്കാം. ആ ഒരു ലോൺലിനെസ് നല്ലതാണ്. ഇപ്പം ആ ഒരു ഒറ്റപ്പെടൽ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് വേണ്ടതാണ്. സോ നിങ്ങളായിട്ട് ആ സിറ്റുവേഷനിൽ സ്റ്റക്ക് ആവാതിരിക്കാം. ഓൾറൈറ്റ്, സോ നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് മാറ്റം വരേണ്ട ഒരു സമയമാണ് കാർഡ് നമ്പർ 2. അല്ലെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി നിങ്ങൾ ഫോക്കസ്ഡ് ആവേണ്ട ഒരു സമയം കൂടിയാണ്. ഓക്കെ, നിങ്ങളുടെ മാറ്റം ആൾക്കാർ നോട്ടീസ് ചെയ്യുന്ന സമയമാണ്, എസ്പെഷ്യലി ജോലി സംബന്ധമായിട്ട്, അല്ലെങ്കിൽ നിങ്ങൾ ഒരുപാട് ആൾക്കാർ റെക്കഗ്നൈസ് ചെയ്യുന്ന ഒരു സമയം കൂടിയാണ് നിങ്ങൾ ചെയ്യുന്ന ഒരു കാര്യത്തിന്. സോ ഇങ്ങനെ അനാവശ്യമായിട്ടുള്ള കാര്യത്തിൽ നിങ്ങൾ സ്റ്റക്ക് ആവരുത്. കാരണം ആൾക്കാർ നിങ്ങളെ അപ്രീഷിയേറ്റ് ചെയ്യേണ്ട സമയമാണ്, അല്ലെങ്കിൽ ആൾക്കാർ നിങ്ങൾ എന്തെങ്കിലും ചെയ്യുന്ന കാര്യത്തിൽ നിങ്ങൾക്ക് ആ ഒരു റെക്കഗ്നേഷൻ, റിവാർഡ് ഒക്കെ കിട്ടും. കുറച്ചുകൂടെ പോപ്പുലർ ആവുന്ന ഒരു സിറ്റുവേഷൻ ആണ്. എന്തെങ്കിലും വിക്ടറി, നിങ്ങൾ ചെയ്യുന്ന കാര്യം നിങ്ങൾക്ക് സക്സസ്ഫുൾ ആയിട്ട് കൊണ്ടുവരാൻ പറ്റുന്ന ഒരു സമയമാണ്. എസ്പെഷ്യലി നിങ്ങൾ അങ്ങനെ എന്തെങ്കിലും പബ്ലിക് പ്ലാറ്റ്ഫോമിലുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ആൾക്കാർ നിങ്ങളെ റെക്കഗ്നൈസ് ചെയ്യുന്ന സമയമാണ്. ഓക്കെ, അല്ലെങ്കിൽ ആൾക്കാർ നിങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന ഒരു സമയമാണ്. നിങ്ങൾ അങ്ങനെ എന്തെങ്കിലും കാര്യത്തിലേക്ക് വരേണ്ട ആളാണ്. ഇങ്ങനത്തെ കാര്യത്തിൽ, അനാവശ്യമായിട്ടുള്ള കാര്യത്തിൽ നിങ്ങൾ സ്റ്റക്ക് ആവാതിരിക്കുക. ഇങ്ങനെ എന്തെങ്കിലും കാര്യം നിങ്ങളുടെ ലൈഫിൽ നിന്ന് ആരെങ്കിലും ഒക്കെ മൂവ് ചെയ്തിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആ ഒരു ഡിസ്റ്റൻസ്, അല്ലെങ്കിൽ ആ ഒരു ഗ്യാപ്പ്, അല്ലെങ്കിൽ അൺഎക്സ്പെക്ടഡ് ആയിട്ടുള്ള കാര്യം നിങ്ങളുടെ റിലേഷൻഷിപ്പിലോ എങ്ങനെയും വന്നിട്ടുണ്ടെങ്കിൽ മനസ്സിലാക്കുക, നിങ്ങൾ ആ ഒരു സിറ്റുവേഷനെ യൂണിവേഴ്സ് തന്നെയായിട്ട് പ്രൊട്ടക്ട് ചെയ്യാൻ ശ്രമിക്കുകയാണ്. വീണ്ടും അതേ കാര്യം ലൈഫിലേക്ക് അട്രാക്ട് ചെയ്യരുത്.
ഓൾറൈറ്റ്. സോ ആ ഒരു സക്സസിലേക്ക് നിങ്ങൾ വരുന്ന സമയത്ത് നിങ്ങൾ ആൾക്കാർ നോട്ടീസ് ചെയ്യാൻ തുടങ്ങും. ഇപ്പം ഈ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ ആ ഒരു ലോൺലിനെസ് നിങ്ങൾക്ക് എന്താണ് വേണ്ടതെന്ന് കണ്ടുപിടിക്കേണ്ട സമയമാണ്. സോ വാട്ട് ഈസ് നെക്സ്റ്റ് ഇൻ യുവർ ലൈഫ് എന്ന് ചോദിച്ചാൽ കാരണം നമ്പർ 2, നിങ്ങൾ ഒരുപാട് ആൾക്കാർ റെക്കഗ്നൈസ് ചെയ്യുന്ന സമയമാണ്. സോ നിങ്ങളായിട്ട് അത് സ്റ്റോപ്പ് ചെയ്യരുത്. നിങ്ങൾ എന്താണ് ചെയ്യുന്നത് അത് ഒരുപാട് ആൾക്കാരിലേക്ക് എത്തുന്ന ഒരു സമയമാണ്. ആൾക്കാർ നോട്ടീസ് ചെയ്യുന്ന സമയമാണ്. അല്ലെങ്കിൽ നിങ്ങൾ ഒരുപാട് പോപ്പുലർ ആവേണ്ട ഒരാളാണ്. ഫെയിം. സോ നിങ്ങൾ കുറച്ചുകൂടി നിങ്ങളുടെ ആ ഒരു വർത്ത് മനസ്സിലാക്കുക. നിങ്ങൾ ഇങ്ങനെ ഒരാൾക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യേണ്ട ആളല്ല. അങ്ങനെ ഹേർട്ടായി സ്റ്റക്കായി അതിനു വേണ്ടിയിട്ട് ഫൈറ്റ് ചെയ്യേണ്ട ഒരാളല്ല. യു ഹാവ് എ ലോട്ട് ഓഫ് അതർ തിങ്സ് ടു ഡു. നിങ്ങൾക്ക് വേറെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ആൾക്കാർ നിങ്ങളെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ ആൾക്കാർക്ക് വേണ്ടിയിട്ട് നിങ്ങൾ എന്തെങ്കിലും കാര്യം ചെയ്യാനുണ്ട്. എന്റർടൈനർ ആയിരിക്കാം, നിങ്ങൾ ഒരുപാട് എന്റർടൈൻ ചെയ്യുന്ന ആളായിരിക്കാം. ഓക്കെ. സോ കാര്യം നമ്പർ 2, നിങ്ങൾ കുറച്ചുകൂടി നിങ്ങളെ ഫോക്കസ് ചെയ്യേണ്ട സമയമാണ്. അനാവശ്യമായിട്ടുള്ള കാര്യത്തിൽ ഒബ്സസ്ഡ് ആവാതിരിക്കാം. വാട്ട് ഈസ് നെക്സ്റ്റ് ഇൻ യുവർ ലൈഫ്? സോ കാര്യം നമ്പർ 2, നിങ്ങൾ നിങ്ങളുടെ ഒരു സ്പിരിച്വൽ ജേണിയിൽ കൂടെ പോകുന്ന ഒരു സമയം കൂടിയാണ്. സോ അതുകൊണ്ടായിരിക്കും നിങ്ങൾക്ക് എസ്പെഷ്യലി റിലേഷൻഷിപ്പിൽ വരുന്ന സമയത്ത് നിങ്ങൾ റിലേഷൻഷിപ്പ് കൊണ്ട് ഒരുപാട് ഹേർട്ട് ആയിട്ടുണ്ടായിരിക്കാം. അതുകൊണ്ടൊക്കെയാണ് നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ഓവർ ഒബ്സഷൻ ഈ ഒരു കാര്യത്തിനോട് വരുന്നത്. നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും കണക്ഷൻ ഒക്കെ തോന്നിയിട്ടുള്ള എന്തെങ്കിലും കാര്യമായിരിക്കാം. ഓക്കെ. സോ നിങ്ങളുടെ ലൈഫിൽ എന്താണ് പോകുന്ന ആ ഒരു കാര്യത്തിൽ നിങ്ങൾ സ്റ്റക്ക് ആവരുത്. കാരണം നിങ്ങളുടെ ലൈഫിൽ ഇനിയും ബെറ്റർ ആയിട്ടുള്ള കാര്യങ്ങൾ വരുന്നുണ്ട്. ഓക്കെ. എസ്പെഷ്യലി നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും സംസാരിക്കാനുള്ള കഴിവുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നിങ്ങൾ അത്യാവശ്യം നന്നായിട്ട് സംസാരിക്കാൻ കഴിവുള്ള ആളാണ്. അല്ലെങ്കിൽ നിങ്ങളുടെ സംസാരം ഒരുപാട് ആൾക്കാർക്ക് ഹെൽപ്പ് ചെയ്യും, ഹീൽ ചെയ്യും. ആൾക്കാരെ നിങ്ങൾക്ക് ഹീൽ ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ നിങ്ങൾ പറയുന്ന കാര്യം ആൾക്കാർക്ക് ഒരുപാട് അവരുടെ ലൈഫിൽ ഒരുപാട് മാറ്റം കൊണ്ടുവരാൻ പറ്റും. അല്ലെങ്കിൽ ആൾക്കാരിൽ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരാൻ കഴിവുള്ള ആൾക്കാരാണ് നിങ്ങൾ. ഓക്കെ. കാർഡ് നമ്പർ 2, വാട്ട് ഈസ് നെക്സ്റ്റ് ഇൻ യുവർ ലൈഫ്? സോ ഈ ഒരു സമയം നിങ്ങളുടെ ആ ഒരു ഗട്ട് ഫീലിംഗ് മനസ്സിലാക്കേണ്ട ഒരു സമയമാണ്. അല്ലെങ്കിൽ അതിനനുസരിച്ച് ചെയ്യേണ്ട ഒരു സമയമാണ്. ഇമോഷണലി ചിന്തിക്കാതെ. നിങ്ങൾക്കറിയാം, നിങ്ങളുടെ സോൾ തന്നെ നിങ്ങളടുത്ത് പറയുന്നുണ്ടായിരിക്കാം എന്താണ് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് വേണ്ടതെന്നുള്ളത്. സോ അക്സെപ്റ്റ് ദാറ്റ്. നിങ്ങൾക്ക് കോൺസെൻട്രേഷൻ ഇല്ല ഈ ഒരു സിറ്റുവേഷനിൽ. സോ നിങ്ങൾ കുറെ കൂടെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾക്ക് ആ ഒരു ലോൺലിനെസ് അല്ലെങ്കിൽ ആ ഒരു ഡിറ്റാച്ച്മെന്റ്, എല്ലാ കാര്യത്തിൽ നിന്നും ആൾക്കാരിൽ നിന്നൊക്കെ ആ ഒരു ഡിറ്റാച്ച്മെന്റ് ഒക്കെ നിങ്ങൾക്ക് തോന്നുന്നത്. കാരണം നിങ്ങൾ ശരിക്കും നിങ്ങൾ മനസ്സിലാക്കിയിട്ടില്ല. ഓൾറൈറ്റ്. നിങ്ങൾ ആ ഒരു പബ്ലിക് ഫിഗർ ആയിട്ട് വരേണ്ട ഒരാളാണ്. അല്ലെങ്കിൽ ആൾക്കാർ നോട്ടീസ് ചെയ്യുന്ന എന്തെങ്കിലും കാര്യം നിങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. അല്ലെങ്കിൽ ആൾക്കാരെ നിങ്ങൾ ഒരുപാട് ഹെൽപ്പ് ചെയ്യാനുണ്ട്. എസ്പെഷ്യലി നിങ്ങളുടെ കോൺവെർസേഷൻ, നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ ആണ് നിങ്ങളുടെ ആ ഒരു കീ എന്ന് പറയുന്നത്. നിങ്ങൾ ആൾക്കാർ ഒരുപാട് നോട്ടീസ് ചെയ്യുന്ന സമയമാണ്. ഒരുപാട് മാറ്റം നിങ്ങളുടെ ലൈഫിൽ വരുന്ന ഒരു സമയമാണ്. ആൾക്കാർ നിങ്ങളിൽ ഒരുപാട് അട്രാക്റ്റഡ് ആവുന്ന ഒരു സമയമാണ്. ഓക്കെ. സോ ഒരുപാട് ആൾക്കാർ നിങ്ങളുടെ അടുത്ത് സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു സമയം കൂടിയാണ്. അല്ലെങ്കിൽ ആൾക്കാർ നിങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന സമയമാണ്. സോ അനാവശ്യമായിട്ടുള്ള കാര്യത്തിൽ നിങ്ങൾ സ്റ്റക്ക് ആവരുത്. കാരണം പറ്റൂ. കാരണം നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ പോലും എക്സ്പെക്ട് ചെയ്യില്ല ഇങ്ങനൊരു മാറ്റമാണ് നിങ്ങളുടെ ലൈഫിൽ വരുന്നത് എന്നുള്ളത്. കാരണം ഒരുപാട് ആൾക്കാരായിട്ട് കണക്ട് ചെയ്യേണ്ട ആളുകളാണ് നിങ്ങൾ. ഒരുപാട് ആൾക്കാരെ ഹെൽപ്പ് ചെയ്യാനുണ്ട്, അല്ലെങ്കിൽ ഇൻസ്പയർ ചെയ്യാനുണ്ട്. ഒരുപാട് ആൾക്കാരെ നിങ്ങൾ ഇൻസ്പയർ ചെയ്യാൻ പോവാണ്. നിങ്ങൾ എന്താണോ ചെയ്യുന്നത് ആ ഒരു കാര്യം ഒരുപാട് ആൾക്കാർക്ക് ഇഷ്ടപ്പെടുകയാണ്. സോ നിങ്ങൾ കുറച്ചുകൂടി നിങ്ങൾ എക്സ്പ്ലോർ ചെയ്യേണ്ട സമയമാണ്. നിങ്ങൾ ഈ ഒരു ഒറ്റപ്പെടലിന്, അല്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ഒരു സിറ്റുവേഷൻ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിരുന്നത് ആക്ച്വലി ഇറ്റ്സ് എ ബ്ലെസ്സിങ്. സോ മാക്സിമം നിങ്ങൾ അത് എക്സ്പ്ലോർ ചെയ്യേണ്ട സമയമാണ്. നിങ്ങൾ എന്താണ് നിങ്ങൾ കൂടുതൽ ഫോക്കസ് ചെയ്യുക. ഈ ഒരു ഏകാന്തതയിൽ നിന്ന് നിങ്ങൾ കൂടുതൽ നിങ്ങൾ ഫോക്കസ് ചെയ്യുക. ഫൈൻഡ് യുവർ സെൽഫ്. നിങ്ങളുടെ ലൈഫിൽ വേണ്ടാത്ത ആൾക്കാരെ യൂണിവേഴ്സ് ആയിട്ട് തന്നെ മാറ്റി തരുകയാണ്. സോ അതേ കാര്യം തന്നെ ലൈഫിലേക്ക് വീണ്ടും ഫോഴ്സ്ഫുള്ളി ലൈഫിലേക്ക് അട്രാക്ട് ചെയ്യാതിരിക്കുക. അതേ കാര്യത്തിന് വേണ്ടിയിട്ട് വീണ്ടും ഫൈറ്റ് ചെയ്യാതിരിക്കുക. കാരണം അങ്ങനെ പോകുന്ന സമയത്ത് നിങ്ങൾ വീണ്ടും അവിടെ ഒരുപാട് ഹേർട്ട് ആവുകയാണ് ചെയ്യുന്നത്. ഓക്കെ. സ്നേഹമാണ്. ഇമോഷണലി നിങ്ങൾ പല കാര്യങ്ങളും ഡീൽ ചെയ്യാണ്. ഈ ഒരു പെയിൻ, അല്ലെങ്കിൽ എസ്പെഷ്യലി റിലേഷൻഷിപ്പ് എന്നുകൊണ്ട് ഉണ്ടായിട്ടുള്ള ഒരു പെയിൻ നിങ്ങൾക്ക് ഉണ്ടായിട്ടുള്ളത് നിങ്ങൾ തന്നെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്. ഈ ഒരു സിറ്റുവേഷൻ ഉണ്ടായത് ഈ ഒരു വ്യക്തി അല്ലെങ്കിൽ ഈ ഒരു കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായതുകൊണ്ടാണ് അല്ലെ. ഈ ഒരു ഒറ്റപ്പെടൽ, ഈ ഒരു പെയിൻ എന്ന് പറയുന്നത്, ആ ഒരു പെയിൻ നിങ്ങളുടെ ലൈഫിൽ ആവശ്യമായിരുന്നു. അതുകൊണ്ടാണ് ഇങ്ങനത്തെ കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ നടന്നത്. കാരണം ഈ ഒരു പെയിനിനെ നിങ്ങൾ കണ്ടുപിടിക്കേണ്ടത്, അല്ലെങ്കിൽ ഈ ഒരു സിറ്റുവേഷന്, ഈ ഒരു ഒറ്റപ്പെടലിനെ നിങ്ങൾ കണ്ടുപിടിക്കേണ്ടത് നിങ്ങളെ തന്നെയാണ്. ഓക്കെ. ഫോക്കസ് യുവർ സെൽഫ്. ആസ്ക് യുവർ സെൽഫ്. എന്താണ് നിങ്ങൾ തന്നെ നിങ്ങളടുത്ത് ചോദിക്കുക, എന്താണ് വേണ്ടത്. അനാവശ്യമായിട്ടുള്ള കാര്യത്തിൽ സ്റ്റക്ക് ആവാതിരിക്കുക. കോൺസെൻട്രേറ്റ് ചെയ്യുക. നിങ്ങൾക്ക് കോൺസെൻട്രേഷൻ ഇല്ല, അല്ലെങ്കിൽ അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ആലോചിച്ചിട്ട് നിങ്ങൾക്ക് എന്താണ് വേണ്ടത് നിങ്ങൾ തന്നെ സ്റ്റോപ്പ് ചെയ്യാണ് ചെയ്യുന്നത്.
അല്ലെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ സോൾ എന്താണ് പറയുന്നത്, നിങ്ങളുടെ മനസ്സ് എന്താണെന്ന് പറയുന്നത് നിങ്ങൾ കേൾക്കുന്നില്ല. കാരണം നിങ്ങൾ അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളെ തന്നെ ഫീഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സ്റ്റോപ്പ് ഡൂയിങ് ദാറ്റ്. ഈ ഒരു കാര്യത്തിൽ നിന്ന് നിങ്ങൾ ഓവർകം ചെയ്ത് വരുന്ന സമയത്ത് ആൾക്കാർ നിങ്ങളുടെ മാറ്റം തിരിച്ചറിയും. ഓക്കെ, അങ്ങനെ ആവുന്ന സമയത്ത് അവർക്ക് ഒരുപാട് അഡ്മിറേഷൻ ഉണ്ടാവും നിങ്ങളുടെ അടുത്ത്. നിങ്ങൾ ഒരുപാട് ആൾക്കാരെ ഇൻസ്പയർ ചെയ്യും. ആൾക്കാർ നിങ്ങളുടെ അടുത്ത് സംസാരിക്കാൻ ആഗ്രഹിക്കും. അല്ലെങ്കിൽ എന്തൊക്കെയോ പ്രത്യേകതകൾ ആൾക്കാർ നിങ്ങളിൽ നിന്ന് നോട്ടീസ് ചെയ്യുന്ന സമയമാണ്, അട്രാക്റ്റഡ് ആവുന്ന സമയമാണ്. സോ നോ യുവർ വേർഡ്സ്. യു ഡിസേർവ് ബെറ്റർ. യു ആർ ഹിയർ ടു ഇൻസ്പയർ ദ വേൾഡ്. നിങ്ങൾ ഈ ഒരു ലോകത്തിൽ നിങ്ങൾ ഒരുപാട് ആൾക്കാരെ ഇൻസ്പയർ ചെയ്യാനുള്ളതാണ്. പ്ലീസ് അണ്ടർസ്റ്റാൻഡ് ദാറ്റ്. സ്റ്റക്ക് ആവരുത് എവിടെയും. നിങ്ങൾ ആ ഒരു സ്പിരിച്വൽ ജേണി അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു സോൾ പേർപ്പസ് എന്ന് പറയുന്നത് നിങ്ങൾ ഒരുപാട് ആൾക്കാരെ ഇൻസ്പയർ ചെയ്യാനുണ്ട്, ഒരുപാട് ആൾക്കാരെ ഹെൽപ്പ് ചെയ്യാനുണ്ട്, ഹീൽ ചെയ്യാനുണ്ട്. ഓക്കെ, സോ അതൊക്കെ അങ്ങനത്തെ കാര്യത്തിലൊക്കെ കുറച്ച് ഫോക്കസ്ഡ് ആവുക. കാർഡ് നമ്പർ 2. ഓൾറൈറ്റ്, സോ അതാണ് കാർഡ് നമ്പർ 2 നിങ്ങൾക്കുള്ള റീഡിംഗ്. നിങ്ങളുടെ സിറ്റുവേഷൻ ആയിട്ട് റെസിനേറ്റ് ആവുന്നുണ്ടെങ്കിൽ എടുക്കുക, അല്ലാത്ത കാര്യങ്ങൾ ഫോഴ്സ്ഫുള്ളി അട്രാക്ട് ചെയ്യാതിരിക്കാം. ഓൾറൈറ്റ്, സോ ലെറ്റ്സ് മൂവ് ടു കാർഡ് നമ്പർ 3 നൗ. ഹലോ ഗ്രൂപ്പ് നമ്പർ 3. വാട്ട് ഈസ് നെക്സ്റ്റ് ഇൻ യുവർ ലൈഫ്? എന്താണ് നിങ്ങളുടെ ലൈഫിൽ ഇനി സംഭവിക്കാൻ പോകുന്നത്? എന്താണ് നെക്സ്റ്റ് ഇൻ യുവർ ലൈഫ്? ഓക്കെ, എന്താണ് നിങ്ങൾക്കുള്ള മെസ്സേജ് നോക്കാം. ഗ്രൂപ്പ് നമ്പർ 3. Unexpected call will make you surprised. You will lose what you thought it's yours to get what is right for you. Universe has different plan for you. ഓക്കെ, സോ നിങ്ങൾക്ക് എന്തെങ്കിലും അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള കോൾ എക്സ്പെക്ട് ചെയ്യാം. അത് നിങ്ങൾക്ക് ഒരുപാട് സന്തോഷം തരും, നിങ്ങൾ ഒരുപാട് സർപ്രൈസ് ചെയ്യിപ്പിക്കും. അതുപോലെ നിങ്ങൾ വിചാരിച്ചിട്ടുള്ള കാര്യം ഉണ്ടായിരിക്കാം, ഇത് നിങ്ങളുടേതാണ് എന്ന് വിചാരിച്ചിട്ടുള്ള എന്തെങ്കിലും കാര്യം നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോകാനുള്ള സിറ്റുവേഷൻ ഉണ്ട്. അതെന്തിനാന്ന് വെച്ചാൽ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് റൈറ്റ് ആയിട്ടുള്ള കാര്യം വരാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ റൈറ്റ് ആയിട്ടുള്ള കാര്യം ഇനിയും വരാനുണ്ട്. അത് റിലേഷൻഷിപ്പ് ആയിരിക്കാം, എന്തെങ്കിലും ജോലി ആയിരിക്കാം, ലൈഫിൽ വേറെ എന്ത് കാര്യങ്ങളായിരിക്കാം. നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവും അത് നിങ്ങളുടേതാണെന്ന്, പക്ഷെ അത് ആക്ച്വലി നിങ്ങളുടേതായിരുന്നില്ല. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, എവിടെയെങ്കിലൊക്കെ നിങ്ങൾക്കും ആ ഒരു അങ്ങനത്തെ ഒരു തോന്നൽ നിങ്ങൾക്ക് വന്നിട്ടുണ്ടായിരിക്കും. കാരണം യൂണിവേഴ്സിന് എന്തെങ്കിലും ഡിഫറെന്റ് ആയിട്ടുള്ള പ്ലാൻ ഉണ്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട്, ബെറ്റർ ആയിട്ടുള്ള പ്ലാൻ ഉണ്ട്. ഓൾറൈറ്റ്, കാർഡ് നമ്പർ 3. വാട്ട് ഈസ് നെക്സ്റ്റ് ഇൻ യുവർ ലൈഫ്? സോ തിങ്ക് അബൌട്ട് യുവർ സിറ്റുവേഷൻ. എന്താണ് നിങ്ങളുടെ ലൈഫിൽ ഇനി അടുത്തതായിട്ട് വരാൻ പോകുന്നത്? എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്? വാട്ട് ഈസ് നെക്സ്റ്റ് ഇൻ യുവർ ലൈഫ്? കാർഡ് നമ്പർ 3. Card number 3, what is next in your life? What's next in your life? Card number 3. Card number 3, what is next in your life? It's a new beginning. Okay, ലൈഫിൽ പുതിയ എന്തെങ്കിലും കാര്യം എൻ്റെ ആയിട്ട് പുതിയ മാറ്റം, പുതിയ കാര്യത്തിലേക്ക് വരികയാണ്. അല്ലെങ്കിൽ ആ ഒരു നിങ്ങളുടെ ലൈഫിന്റെ ആ ഒരു ഡാർക്ക് സൈഡിൽ നിന്ന് അല്ലെങ്കിൽ ആ ഒരു ബ്രൈറ്റ്നെസ്സിലേക്ക് വരുന്ന ഒരു സമയമാണ്. മൂവ് ഓൺ ചെയ്യേണ്ട സമയമാണ്. അല്ലെങ്കിൽ ന്യൂ ബിഗിനിങ്, ഒരു ന്യൂ ബോൺ ബേബി ആയിട്ട് ലൈഫ് വീണ്ടും സ്റ്റാർട്ട് ചെയ്യേണ്ട ഒരു സമയമാണ്. Alright, card number 3. What is next in your life? എല്ലാം ഒന്നേ തുടങ്ങാണ് കേട്ടോ. ഒരുപാട് ആഗ്രഹങ്ങൾ ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യേണ്ട സമയമാണ്. നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ വർക്ക് ആവുന്ന സമയമാണ്. ഓക്കെ, സോ നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾ റൈറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ അട്രാക്ട് ചെയ്യുന്ന സമയമാണ്. സോ അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ലൈഫിൽ നിന്ന് എന്തെങ്കിലും മാറുന്ന സമയത്ത് ആരെങ്കിലും ആയിരിക്കാം, എന്തെങ്കിലും കാര്യമായിരിക്കാം, അത് എൻഡ് ആവുന്ന സമയത്ത്, അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ലൈഫിൽ സംഭവിക്കുന്ന സമയത്ത് മനസ്സിലാക്കുക, കുറച്ച് ബെറ്റർ ആയിട്ടുള്ള കാര്യം നിങ്ങളുടെ ലൈഫിലേക്ക് വരാനുണ്ട്. ഓക്കെ, കാർഡ് നമ്പർ 3. സോ നിങ്ങൾ അറിയാത്ത എന്തെങ്കിലും കാര്യം നിങ്ങളുടെ ലൈഫിൽ നടക്കുന്നുണ്ടായിരിക്കാം. ആരെങ്കിലും നിങ്ങളുടെ എന്തെങ്കിലും ഹൈഡ് ചെയ്യുന്നുണ്ടാവും, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ട്രസ്റ്റ് അല്ലെങ്കിൽ ഹോണസ്റ്റ് നിങ്ങളുടെ അടുത്ത് കാണിക്കുന്നുണ്ടാവില്ല. ഓക്കെ, സോ ജോലിയിലായിരിക്കാം, അല്ലെങ്കിൽ കോൺവെർസേഷൻ റിലേഷൻഷിപ്പിലായിരിക്കാം. സോ നിങ്ങൾ ഡിസേർവ് ചെയ്യുന്ന കാര്യം, അല്ലെങ്കിൽ ആ ഒരു ഹോണസ്റ്റ്, അല്ലെങ്കിൽ ഫാമിലിയിൽ നിന്ന് നിങ്ങൾ കൂടെയുള്ള ആരോ എന്നൊരു കാര്യത്തിൽ നിങ്ങളടുത്ത് ഹോണസ്റ്റ് കാണിക്കുന്നില്ല, ഹൈഡ്, സീക്രറ്റ്. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ വേറെ സ്ഥലത്ത് പോയി പറയുന്നതായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ അറിയാതെ അവർ വേറെ ആൾക്കാരുടെ അടുത്ത് സംസാരിക്കുന്നതായിരിക്കാം.
സോ അങ്ങനത്തെ ഒരു കാര്യം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇത് നിങ്ങളുടെ ലൈഫിലുള്ളതാണ്, നല്ലതാണെന്ന് വിചാരിക്കുന്നുണ്ടാവും. പക്ഷെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങളെ ലൈഫിൽ നിന്ന് യൂണിവേഴ്സ് ആയിട്ട് തന്നെ നിങ്ങളെ ആ ഒരു സിറ്റുവേഷൻ പ്രൊട്ടക്ട് ചെയ്യുന്ന സമയമാണ്. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും അത് നിങ്ങളുടെ ലൈഫിൽ റൈറ്റ് ആയിട്ടുള്ള കാര്യമാണ്. പക്ഷെ അതല്ല, യൂണിവേഴ്സ് ഹാസ് സം ഡിഫറെന്റ് പ്ലാൻ ഫോർ യു. കാരണം എന്താണ് നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നത് നിങ്ങളെങ്കാട്ടി കൂടുതൽ ആ ഒരു ഡിവൈൻ, ആ ഒരു യൂണിവേഴ്സിന് അറിയാം അല്ലെ. സോ യൂണിവേഴ്സിന് ആ ഒരു ബെറ്റർ ആയിട്ടുള്ള പ്ലാൻ ഉണ്ട്. സോ നിങ്ങൾ എന്താണോ ശരി, അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങൾക്ക് റൈറ്റ് ആയിട്ട് ഉണ്ടായിട്ടുള്ള ആ ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങൾക്ക് അറിയാത്ത, അല്ലെങ്കിൽ നിങ്ങൾ ഇനിയും അറിയേണ്ട ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യം ഉണ്ടായിരിക്കാം. ഓക്കെ, സോ കാരണം നിങ്ങൾ ഇനിയും ബെറ്റർ ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഡിസേർവ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ ഇത്രയും കാലം പോയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ഒരു ന്യൂ ജേർണിയാണ്, ന്യൂ ബിഗിനിങ് ആണ്. സോ അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ പോലും അറിയാതെ നിങ്ങളെ ലൈഫിൽ നിന്ന് മാറുന്ന ഒരു സമയമാണ്. കാരണം 3, what's next in your life? സോ ജോലിയിലൊക്കെ കുറച്ച് ഫോക്കസ് ചെയ്യുന്ന സമയമാണ്, അല്ലെങ്കിൽ നിങ്ങൾ കുറച്ചും കൂടി സേവ് ചെയ്യേണ്ട സമയമാണ് കേട്ടോ. ഫിനാൻഷ്യൽ ആയിട്ടുള്ള കാര്യത്തിൽ അല്ലെങ്കിൽ നിങ്ങൾ എന്താണ് ചെയ്യുന്നത് അതിൽ നിങ്ങൾ കുറച്ചുകൂടെ ഫോക്കസ്ഡ് ആവുന്ന സമയമാണ്. അല്ലെങ്കിൽ നിങ്ങളുടെ ഏർണിങ്സ് ആരെങ്കിലും വേണമെന്ന് വിചാരിക്കുന്നുണ്ടാവാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഏർണിങ്സ് കണ്ടിട്ട്, അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ ആരെങ്കിലും കോപ്പി ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടായിരിക്കാം, അല്ലെങ്കിൽ അത് കണ്ടിട്ട് ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ടായിരിക്കാം, എക്സ്പെഷ്യലി ഫിനാൻഷ്യൽ ആയിട്ടുള്ള കാര്യം. ഓക്കെ, നിങ്ങൾക്ക് അറിയുന്നുണ്ടാവില്ല അവിടെ നിങ്ങൾ എന്താണ് ആയിക്കൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷനിലെ റിലേഷൻഷിപ്പ് ആയിരിക്കാം, ഫ്രണ്ട്ഷിപ്പ് ആയിരിക്കാം, അല്ലെങ്കിൽ കൂടുതലുള്ള ആൾക്കാരായിരിക്കാം, ഫാമിലിയിൽ നിന്ന് ആരെങ്കിലും ആയിരിക്കാം. ഓക്കെ, സോ നിങ്ങൾ ആൾക്കാർ വാച്ച് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ ക്യാഷ് നിങ്ങൾ കുറച്ച് കെയർഫുൾ ആയിട്ട് ഇരിക്കേണ്ട സമയമാണ്. കാർഡ് നമ്പർ 3, നിങ്ങളുടെ എസ്പെഷ്യലി നിങ്ങളുടെ സേവിങ്സ്, ക്യാഷ്. ഓക്കെ, സോ ആൾക്കാർ എന്തെങ്കിലും പറ്റിക്കാനുള്ള സിറ്റുവേഷൻ കാണുന്നുണ്ട്, അല്ലെങ്കിൽ മാനിപ്പുലേറ്റ് ചെയ്യാനുള്ള സിറ്റുവേഷൻ കാണുന്നുണ്ട്. ഓക്കെ, ചീറ്റിംഗ്. സോ ഫിനാൻഷ്യൽ ആയിട്ട് എന്തെങ്കിലും കാര്യം ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ നിങ്ങളുടെ ഫിനാൻഷ്യൽ ആയിട്ടുള്ള കാര്യം വേറെ ആൾക്കാരുടെ അടുത്ത് പറയുന്ന സമയത്ത് ബി ലിറ്റിൽ കെയർഫുൾ. ഓൾറൈറ്റ്, സോ അൺഎക്സ്പെക്ടഡ് ആയിട്ടുള്ള എന്തെങ്കിലും കോൾസ്, എസ്പെഷ്യലി പുതിയ ലൈഫിലേക്ക് വരുന്ന പുതിയ ആരെങ്കിലും ആയിരിക്കാം. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾ പോലും വിചാരിക്കാത്ത എന്തെങ്കിലും കാര്യം നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നുണ്ട്, റിലേഷൻഷിപ്പ്, കോൺവെർസേഷൻ. ഓക്കെ, ആരെങ്കിലും നിങ്ങളുടെ അടുത്ത് സംസാരിക്കും. മേ ബി നിങ്ങൾ അതുവരെ നിങ്ങൾക്ക് അങ്ങനെ ഒരു കാര്യം തോന്നിയിട്ടുണ്ടാവില്ല. അൺഎക്സ്പെക്ടഡ് ആയിട്ടുള്ള എന്തെങ്കിലും സ്പാർക്ക് ഒക്കെ നിങ്ങൾക്ക് തോന്നുന്ന ഒരു കാര്യമാണ്. ആ ഒരു സോൾ റീയൂണിയൻ ആണ് കാണുന്നത് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നത്. കാരണം നമ്പർ 3, നിങ്ങൾ എന്താണോ വിചാരിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ മേ ബി നിങ്ങൾ അങ്ങനെ എന്താ പറയുക, നിങ്ങൾക്ക് ഒരുപാട് കണക്റ്റഡ് ആയിട്ട് തോന്നിയുള്ള റിലേഷൻഷിപ്പ് ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ റൈറ്റ് ആയിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുള്ള കാര്യം ആൾക്കാരായിരിക്കാം. സോ അത് നിങ്ങൾ ആ റീതിങ്ക് ചെയ്യേണ്ട സമയമാണ്. അല്ലെങ്കിൽ നിങ്ങൾ എന്താണോ വിചാരിച്ചത് അതല്ല ശരി എന്ന് പറയുന്നത്. ഓക്കെ, യൂണിവേഴ്സിന്റെ ഡിഫറെന്റ് ആയിട്ടുള്ള പ്ലാൻ നിങ്ങൾക്കുണ്ട്. കാരണം നിങ്ങളുടെ ലൈഫിലേക്ക് ആ റൈറ്റ് പേഴ്സൺ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്ന സമയമാണ്. സോൾ റീയൂണിയൻ ആണ്. നിങ്ങളുടെ ലൈഫിൽ വരുന്ന പുതിയ ആളായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും പരിചയം ഉണ്ടെങ്കിലും, ആ ഒരാളെ നിങ്ങൾക്ക് ഇതിനു മുന്നേ പരിചയം ഉണ്ടെങ്കിലും നിങ്ങൾ അങ്ങനെ അറിഞ്ഞിട്ടുണ്ടാവില്ല, ആ ഒരു കണക്ഷൻ നിങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ടാവില്ല. കാരണം നിങ്ങൾ വേറെ എന്തോ കാര്യത്തിൽ സ്റ്റക്കാണ്, അല്ലെങ്കിൽ നിങ്ങൾ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞിട്ട് മാനിപ്പുലേറ്റ് ചെയ്യുന്നുണ്ട്, ചീറ്റ് ചെയ്യുന്നുണ്ട്, എസ്പെഷ്യലി റിലേഷൻഷിപ്പിൽ. അത് നിങ്ങളുടെ സോൾമേറ്റോ അല്ലെങ്കിൽ അതാണ് നിങ്ങളുടെ റൈറ്റ് പേഴ്സൺ എന്ന് നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ നോ, ദേ ആർ നോട്ട് ദ റൈറ്റ് വൺ. ഓക്കെ, കാരണം അങ്ങനെ ആ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിൽ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞിട്ട്, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും കണക്ഷൻ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് അങ്ങനെ ഒരു ഫീൽ, അങ്ങനത്തെ കാര്യം തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക അവർക്ക് ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് അവർക്ക് എന്തെങ്കിലും ബെനിഫിറ്റ്സ് ഉണ്ട്. ഓക്കെ, ഫിനാൻഷ്യൽ ആയിട്ടുള്ള ബെനിഫിറ്റ്സ് അവർക്ക് എന്തെങ്കിലും ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളെ കൊണ്ട് അവർക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടായിരിക്കാം. സോ അങ്ങനത്തെ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങൾ ആരായിട്ടാണോ ഡീൽ ചെയ്യുന്നത്, ആ റിലേഷൻഷിപ്പ് ആയിരിക്കാം, ജോലിയിൽ എന്തെങ്കിലും ആയിരിക്കാം, ലൈഫിൽ വേറെ എന്ത് കാര്യമായിരിക്കാം, അതൊന്ന് റീതിങ്ക് ചെയ്യേണ്ട സമയമാണ്. ഓൾറൈറ്റ്, നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾ റൈറ്റ് ആയിട്ടുള്ള പേഴ്സണൊക്കെ ആഗ്രഹിക്കുന്നുണ്ടാവാം. ഓക്കെ, റൈറ്റ് പേഴ്സൺ, അല്ലെങ്കിൽ നിങ്ങൾ ഓൾറെഡി അങ്ങനെ തോന്നിയിട്ടുണ്ടാവും നിങ്ങൾക്ക് എന്തെങ്കിലും റിലേഷൻഷിപ്പിൽ. പക്ഷെ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടാവും, അല്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും സോൾ കണക്ഷൻ തോന്നിയിട്ടുള്ള ആള് അല്ലെങ്കിൽ ഏതെങ്കിലും വ്യക്തിനായിരിക്കാം. പക്ഷെ നിങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് അട്രാക്ട് ചെയ്യുന്നത് ആ റൈറ്റ് ആയിട്ടുള്ള കാര്യം തന്നെയാണ്. ഓക്കെ, എന്താണോ നിങ്ങൾ അതാണെന്ന് വിചാരിച്ചത് അതല്ല നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നത്. ഇറ്റ്സ് എ ഡിഫറെന്റ് തിങ്. ന്യൂ പേഴ്സൺ ആയിരിക്കാം, പുതിയ ആളായിരിക്കാം, പുതിയ റിലേഷൻഷിപ്പ്. ഓക്കെ, സോ ഈ ഒരു കറന്റ് സിറ്റുവേഷൻ നിങ്ങളുടെ ലൈഫിലെല്ലാം സ്ലോ ആയിട്ട് മൂവ് ചെയ്യുന്ന പോലെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടായിരിക്കാം. എസ്പെഷ്യലി ഫിനാൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ, ജോലി, ഫിനാൻസ്, സേവിങ്സ് ഒന്നും ഉണ്ടാവില്ല പ്രോപ്പർ ആയിട്ട്. സോ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വളരെ സ്ലോ ആയിട്ടായിരിക്കും നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നുണ്ടാവുക, അല്ലെങ്കിൽ ആരെങ്കിലും നിങ്ങളടുത്ത് നിങ്ങൾ ഫിനാൻഷ്യലി യൂസ് ചെയ്യുന്നുണ്ടായിരിക്കാം. സോ ബി വെരി കെയർഫുൾ വിത്ത് ദാറ്റ്. കാർഡ് നമ്പർ 3, വാട്ട് ഈസ് നെക്സ്റ്റ് ഇൻ യുവർ ലൈഫ്?
Card number 3, what is next in your life? സോ നിങ്ങൾ എന്തെങ്കിലും കാര്യത്തിനൊക്കെ ഇപ്പം വെയിറ്റ് ചെയ്യുന്നുണ്ടായിരിക്കാം, എന്തെങ്കിലും ഒരു കാര്യത്തിൽ സ്റ്റക്ക് ആണ്. ഓക്കെ, സോ അല്ലെങ്കിൽ നിങ്ങൾ അങ്ങനെ എന്തെങ്കിലും കണക്ഷൻ തോന്നിയിട്ടുള്ള എന്തെങ്കിലും കാര്യം, എസ്പെഷ്യലി റിലേഷൻഷിപ്പ്, ആ ഒരു കാര്യത്തിൽ നിങ്ങൾ സ്റ്റക്ക് ആണ്. സോ ഈ ഒരു സമയം എന്ന് പറയുന്നത് നിങ്ങൾ ആ ഒരു സിറ്റുവേഷനിൽ നിങ്ങളെ തന്നെ ഒന്ന് റിലീസ് ചെയ്യേണ്ട സമയമാണ്. മേ ബി ഇതായിരിക്കില്ല ആ റൈറ്റ് കാര്യം നിങ്ങളുടെ ലൈഫിലുള്ളത്. ഓക്കെ, കാരണം ഈ ഒരു സിറ്റുവേഷനിൽ വരുന്ന സമയത്ത് അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പ് വരുന്ന സമയത്ത് നിങ്ങളിപ്പം ആരെയാണ് ലൈഫിൽ ഡീൽ ചെയ്യുന്നത്, ഓക്കെ, അവർക്ക് ഈ റിലേഷൻഷിപ്പ് കൊണ്ട് എന്തെങ്കിലും ബെനിഫിറ്റ്സ് ഉണ്ടായിരിക്കാം. ഇപ്പൊ അങ്ങനെ റിലേഷൻഷിപ്പ് ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൂടെയുള്ള ആൾക്കാർ, ഓക്കെ, ഫാമിലിയിൽ നിന്നുള്ള ആൾക്കാരായിരിക്കാം. നിങ്ങൾ ആ ഒരു കാര്യത്തിൽ സ്റ്റക്കാണ്, അല്ലെങ്കിൽ ഇമോഷണലി നിങ്ങൾ ആ ഒരു കാര്യത്തിൽ സ്റ്റക്കാണ്. ഓക്കെ, സോ അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് തോന്നിയിട്ടുള്ള കാര്യത്തിൽ നിന്ന് നിങ്ങൾ മൂവ് ഓൺ ചെയ്യേണ്ട സമയമാണ്. കാരണം നിങ്ങളുടെ ലൈഫിലേക്ക് ഇനി വരാൻ പോകുന്നത് പുതിയ കാര്യമാണ്, അല്ലെങ്കിൽ ന്യൂ ബിഗിനിങ് ആണ്, ന്യൂ സ്റ്റാർട്ട്. ഓക്കെ, ലൈഫിലേക്ക് റൈറ്റ് പേഴ്സൺ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്ന ഒരു സമയമാണ്. അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള കോൾ അല്ലെങ്കിൽ കോൺവെർസേഷൻ ഉണ്ടാവും നിങ്ങൾ തമ്മിൽ. സോ ആ ഒരു കോൺവെർസേഷന് അല്ലെങ്കിൽ ആ ഒരു കോളിന് നിങ്ങൾ ആ ഒരു റീയൂണിയൻ ആണ്, നിങ്ങളുടെ സോൾ ആയിട്ടുള്ള റീയൂണിയൻ ആണ്. സോ നിങ്ങൾ എന്താണോ ലൈഫിൽ വിചാരിച്ചിരിക്കുന്നത് അതായിരിക്കില്ല നിങ്ങളുടെ ലൈഫിൽ ആക്ച്വലി നിങ്ങൾക്ക് വേണ്ടത്, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിലേക്ക് വരേണ്ടത്. നിങ്ങളുടെ ലൈഫിൽ നടക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ വളരെ സീരിയസ് ആയിട്ട് എടുക്കാതിരിക്കുക. ആ ഒരു അറ്റാച്ച്മെന്റ് ആ ഒരു കാര്യത്തിൽ നിന്ന് കുറയ്ക്കുക. ഓക്കെ, ആ ഒരു സ്നേഹം, എസ്പെഷ്യലി ആ ഒരു സ്നേഹത്തിലെ ഒരു സ്നേഹബന്ധത്തിൽ നിങ്ങൾ ഒരുപാട് അറ്റാച്ച്ഡ് ആണ്. പക്ഷെ ആ ഒരു കാര്യത്തിൽ ആൾക്കാർക്ക് വേറെ എന്തെങ്കിലും ഇന്റൻഷൻ ഉണ്ട്. ഓക്കെ, സോ നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾ അങ്ങനെ ഒരുപാട് സോൾ കണക്റ്റഡ് ആയിട്ടുള്ള ആളാണ് ലൈഫിലേക്ക് വരുന്നത്. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾ ആ റൈറ്റ് പേഴ്സണെ നിങ്ങളുടെ ലൈഫിലേക്ക് അട്രാക്ട് ചെയ്യുന്ന സമയമാണ്. സോ നിങ്ങളായിട്ട് തന്നെ സ്റ്റക്ക് ആയിട്ട് നിൽക്കുന്ന എന്തെങ്കിലും സിറ്റുവേഷൻസ് ഉണ്ടായിരിക്കാം. എസ്പെഷ്യലി നിങ്ങളുടെ കൂടെയുള്ള ആൾക്കാരിൽ നിന്ന് നിങ്ങളെ ഫ്രീ ആക്കി വെക്കേണ്ട സമയമാണ്. ആ ഒരു ഫ്രീഡം നിങ്ങൾക്ക് കൊടുക്കേണ്ട സമയമാണ്. പ്ലീസ് ഡോണ്ട് ട്രസ്റ്റ് പീപ്പിൾ അറൌണ്ട് യു. കാർഡ് നമ്പർ 3, ദേ ഹാവ് ഡിഫറെന്റ് ഇന്റൻഷൻ ഫോർ യു. അവർക്ക് എന്തെങ്കിലും ഡിഫറെന്റ് ആയിട്ടുള്ള ഇന്റൻഷൻ ഉണ്ട്. ഓക്കെ, എസ്പെഷ്യലി ഫിനാൻഷ്യൽ ആയിട്ടുള്ള നിങ്ങൾ കൊണ്ട് ആൾക്കാർക്ക് നിങ്ങൾ ഒരുപാട് ആൾക്കാരെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടാവാം. ഓക്കെ, സോ അത് ആൾക്കാർ മിസ്യൂസ് ചെയ്യുന്നുണ്ടാവാം. സോ ആൾക്കാർ നിങ്ങളെ തന്നെ പറഞ്ഞിട്ട് ആ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ സ്റ്റക്കാണ്. ആൾക്കാർ പറയുന്ന കാര്യങ്ങൾ വിശ്വസിക്കാതിരിക്കുക. പ്ലീസ് മൂവ് ഓൺ. നിങ്ങൾ അങ്ങനെ മൂവ് ഓൺ ചെയ്യുന്ന സമയത്ത് ആ റൈറ്റ് ആയിട്ടുള്ള വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് വരാം, എസ്പെഷ്യലി റിലേഷൻഷിപ്പ്. ഓക്കെ, കാരണം നിങ്ങൾ ബെറ്റർ ആയിട്ടുള്ള കാര്യം ഡിസേർവ് ചെയ്യുന്നുണ്ട്. യൂണിവേഴ്സിന് ബെറ്റർ ആയിട്ടുള്ള പ്ലാൻ ഉണ്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട്. സോ നിങ്ങളുടെ ലൈഫിൽ എന്തൊക്കെ സംഭവിക്കുന്നുണ്ടോ, ആരൊക്കെ ഇൻവോൾവ് ആയിട്ടുണ്ടോ, അതൊന്നും കംപ്ലീറ്റ് ആയിട്ട് ബ്ലൈൻഡ്ലി വിശ്വസിക്കാതിരിക്കുക. ഓക്കെ, ആൾക്കാർക്ക് വേറെ ഇന്റൻഷൻ ഉണ്ട്, അല്ലെങ്കിൽ ആൾക്കാർ ഹോണസ്റ്റ് അല്ല നിങ്ങളടുത്ത്. നിങ്ങൾക്കറിയാം, ഞാൻ എല്ലാവരും അല്ല പറയുന്നത്, നിങ്ങൾക്കറിയാം അങ്ങനത്തെ ആൾക്കാർ റിലേഷൻഷിപ്പ് വ്യക്തി, ഫ്രണ്ട്ഷിപ്പ് ആയിരിക്കാം, കൂടുതലുള്ള ആൾക്കാരായിരിക്കാം, ഫാമിലിയിൽ നിന്നുള്ള ആൾക്കാരായിരിക്കാം. സോ നിങ്ങൾക്കറിയാം എന്താണ് നിങ്ങളുടെ സിറ്റുവേഷൻ, ആരെയാണ് നിങ്ങൾ ഡിറ്റാച്ച്ഡ് ആയിട്ട് നിൽക്കേണ്ടത്, അല്ലെങ്കിൽ ആരെയാണ് നിങ്ങൾ ആ ഒരു ഡിസ്റ്റൻസിൽ നിർത്തേണ്ടത് നിങ്ങൾക്കറിയാം. പ്ലീസ് വെരി കെയർഫുൾ വിത്ത് ദാറ്റ്. ബിക്കോസ് ഈ ഒരു സിറ്റുവേഷനിൽ ആരുടെ ഇന്റൻഷൻ ശരിയല്ല. ആരെങ്കിലും എന്തെങ്കിലും കാര്യം മാനിപ്പുലേറ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ ലൈഫിലേക്ക് റൈറ്റ് ആയിട്ടുള്ള കാര്യം വരുന്നുണ്ട്. ഓക്കെ, സോ നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് ഫിനാൻഷ്യൽ ആയിട്ടുള്ള ബ്ലെസ്സിങ്സ് അല്ലെങ്കിൽ മാറ്റം വരുന്ന സമയമാണ്. സേവിങ്സ് ഒക്കെ വരുന്ന സമയമാണ് കേട്ടോ. ഇതുവരെ ആ ഒരു സ്ലോലി പോയിട്ടുണ്ടായിരിക്കാം ഫിനാൻഷ്യൽ ആയിട്ടുള്ള കാര്യം, ജോലി, അങ്ങനത്തെ കാര്യങ്ങൾ ലൈഫിൽ കുറച്ച് സ്ലോ ആയിട്ട് മൂവ് ചെയ്യുന്ന ഒരു സമയമായിരിക്കാം. പക്ഷേ നിങ്ങളുടെ ലൈഫിൽ ഇനി ആ ഒരു പ്രോസ്പെരിറ്റി വരുന്ന ഒരു സമയമാണ്, ഒരു ബ്ലെസ്സിങ്. സോ നിങ്ങൾ എന്താണോ വിചാരിച്ചിട്ടുള്ളത് അതായിരിക്കില്ല നിങ്ങൾക്ക് റൈറ്റ് ആയിട്ടുള്ള വരുന്നത്. ഓക്കെ, സോ നിങ്ങൾക്ക് റൈറ്റ് ആയിട്ടുള്ള കാര്യം നിങ്ങളുടെ ലൈഫിലേക്ക് ആ ഒരു ബ്ലെസ്സിങ് ആയിട്ട് തന്നെ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്ന ഒരു സമയമാണ്. മേ ബി ഈ ഒരു സിറ്റുവേഷനൊക്കെ നിങ്ങൾ മൂവ് ഓൺ ചെയ്യുന്ന സമയത്ത് റൈറ്റ് ആയിട്ടുള്ള കാര്യം നിങ്ങളുടെ ലൈഫിലേക്ക് വരും. ഓക്കെ, നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്ന ഒരു ലൈഫ് പാർട്ട്ണർ, നിങ്ങളെ ആ ഒരു സപ്പോർട്ട് അല്ലെങ്കിൽ നിങ്ങൾ കൊടുക്കുന്ന അതേ കെയർ നിങ്ങൾക്കും തിരിച്ചു കിട്ടുന്ന, അല്ലെങ്കിൽ ഈ ഒരു സിറ്റുവേഷനിൽ നിന്ന് നിങ്ങൾ ഓവർകം ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ആരെങ്കിലും നിങ്ങളുടെ ലൈഫിലേക്ക് വരും. എസ്പെഷ്യലി റിലേഷൻഷിപ്പ് റീയൂണിയൻ ആണ്, സോൾ റീയൂണിയൻ ആണ് കാണിക്കുന്നത്. ഓക്കെ, ഇതുവരെ നിങ്ങളുടെ ലൈഫിൽ അങ്ങനെ എന്തെങ്കിലും ഉണ്ട്, അങ്ങനെ എന്തെങ്കിലും കണക്റ്റഡ് ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ മനസ്സിലാക്കുക, മേ ബി അതായിരിക്കില്ല നിങ്ങൾ എന്താണോ വിചാരിച്ചിട്ടുള്ളത്. ആൻഡ് ആ ഒരു കാര്യം നിങ്ങളുടെ ലൈഫിൽ നഷ്ടമാവും. അത് നഷ്ടമാവുന്നത് എന്തിനാന്ന് വെച്ചാൽ നിങ്ങൾക്ക് ബെറ്റർ ആയിട്ടുള്ള കാര്യം ഇനി വരാനുണ്ട്. ഓക്കെ, അതായിരുന്നില്ല റൈറ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ ലൈഫിൽ. ആരെങ്കിലും നിങ്ങൾ എന്തെങ്കിലും കാര്യത്തിന് മാനിപ്പുലേറ്റ് ചെയ്യുന്നുണ്ടായിരിക്കാം. സോ ഇനി നിങ്ങളുടെ ലൈഫിൽ ആ ഒരു ന്യൂ ബിഗിനിങ് ആണ്, ഫ്രഷ് സ്റ്റാർട്ട് ആണ്, എല്ലാം ഒന്നൊന്നും തുടങ്ങാണ്. അല്ലെങ്കിൽ നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ നിങ്ങൾ പോലും വിചാരിക്കാത്ത രീതിയിൽ വർക്ക് ആവുന്ന ഒരു സമയമാണ്. ഓക്കെ, നിങ്ങൾ എന്തെങ്കിലും കാര്യത്തിന് മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് ഇതിന്റെ എക്സ്ട്രീം
ഗുഡ് ആയിട്ടാണ് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നത്, ബെറ്റർ ആയിട്ടാണ് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നത്. ഓക്കെ, ഒരുപാട് ഹാപ്പിനെസ് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്ന ഒരു സമയമാണ്. സോ ഇപ്പം ആ ഒരു ഫ്ലോയിൽ പോവുക, മനസ്സിലാക്കുക ആരൊക്കെയാണ് നിങ്ങളുടെ കൂടെ ഉള്ളത്, ആരൊക്കെയാണ്, എന്തൊക്കെയാണ് അവരുടെ ഇന്റൻഷൻ എന്താന്നൊക്കെ ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാം. നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ മൂവ് ഓൺ. ഓക്കെ, നമ്മൾ ഫിനാൻഷ്യലി യൂസ് ചെയ്യുന്ന ആൾക്കാരായിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ അടുത്ത് നിന്ന് എന്തെങ്കിലും ബെനിഫിറ്റ്സ് അവർക്ക് ഉണ്ടായിരിക്കാം. ഫിസിക്കലായിട്ട് ആരെങ്കിലും ഒക്കെ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ, അങ്ങനെ എന്തെങ്കിലും തോന്നിയിട്ടുണ്ടെങ്കിൽ പ്ലീസ് മൂവ് ഓൺ. ഓക്കെ, കാരണം നിങ്ങൾ ബെറ്റർ ആയിട്ടുള്ള കാര്യം ഡിസേർവ് ചെയ്യുന്നുണ്ട്. ബെറ്റർ ആയിട്ടുള്ള കാര്യം ഡിസേർവ് ചെയ്യുന്നതുകൊണ്ടാണ് യൂണിവേഴ്സിന് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ആ ഒരു ഡിഫറെന്റ് പ്ലാൻ ഉണ്ട്, ബെറ്റർ ആയിട്ടുള്ള പ്ലാൻ. സോ ആൾക്കാർ നിങ്ങൾ ഒരുപാട് പറഞ്ഞ് കൺഫ്യൂസ് ചെയ്യിപ്പിക്കും, എസ്പെഷ്യലി നിങ്ങളെ കൂടെയുള്ള ആൾക്കാർ. സോ പ്ലീസ് ഡോണ്ട് ട്രസ്റ്റ്. നിങ്ങൾക്കറിയാം ആരാണ് എന്താണെന്നുള്ളത്, നിങ്ങൾക്കറിയാം. കാര്യങ്ങളൊക്കെ തുറന്ന് പറയേണ്ട ഒരു സമയമാണ്. ഓക്കെ, യു നോ വാട്ട് ഈസ് റോങ് ആൻഡ് റൈറ്റ്. നിങ്ങളുടെ മനസ്സെന്താണ് പറയുന്നത്, ട്രസ്റ്റ് ദാറ്റ്, ഫോളോ യുവർ ഇൻറ്റ്യൂഷൻ. ഓൾറൈറ്റ്, സോ അതാണ് കാർഡ് നമ്പർ 3. നിങ്ങൾക്കുള്ള റീഡിംഗ്. നിങ്ങളുടെ സിറ്റുവേഷൻ ആയിട്ട് മാച്ച് ആവുന്ന കാര്യങ്ങൾ എടുക്കുക, അല്ലാത്ത കാര്യങ്ങൾ ഫോഴ്സ്ഫുള്ളി ലൈഫിലേക്ക് അട്രാക്ട് ചെയ്യാതിരിക്കുക. ഓൾറൈറ്റ്, സോ ഈ റീഡിംഗ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുന്നതായിരിക്കുന്നു. അടുത്ത റീഡിംഗ് ആയിട്ട് വരുന്നവർ ഫ്രണ്ട്സ്, ടേക്ക് കെയർ ആൻഡ് ബൈ.